ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് മരക്കുരിശിൽ തന്നെത്താൻ യാഗമായി അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഇലന്തൂരിൽ നടന്ന നരബലിയുടെ പേരിൽ അനിൽ മേനോൻ എന്ന വ്യക്തി ഫേസ്ബുക്കിലിട്ട ഒരു കമന്റിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നരബലി നടത്തിയിട്ടുള്ളത് സാധാന്യ ആരാധകരായ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ക്രൈസ്തവർ ഒരു കാലത്തും നരബലി നടത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ ഞങ്ങൾ തെളിയിച്ചിരുന്നു. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അനിൽ മേനോൻ ഇട്ട ആ കമന്റ് സത്യം പറഞ്ഞാൽ നല്ല ഒന്നാന്തരം സെൽഫ് ഗോൾ ആണെന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ആ സെൽഫ് ഗോൾ ആണ് നമ്മൾ ഈ വീഡിയോയിലും ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയിലും പരിശോധനാ വിധേയമാക്കാൻ പോകുന്നത്. സത്യത്തിൽ ഈ രണ്ടാം ഭാഗത്തോടു കൂടി ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരു ഭാഗം കൂടി ഉണ്ടാവും, ഒരു എപ്പിസോഡ് കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കണാഗുണാധർമ്മക്കാരുടെ കിതാബുകളിൽ നരബലിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ ഒരു ഭാഗം കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇനി ഒരു ഭാഗം കൂടി ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നരബലി നടത്തിയിട്ടുള്ളത് വേറെ എങ്ങുമല്ല, അനിൽ മേനോൻ അടക്കമുള്ള കണാഗുണാധർമ്മക്കാർ വലിയ കാര്യമായി പറയുന്ന ഈ ആർഷഭാരത സംസ്കാരത്തിൽ തന്നെയാണ്. ഇവന്മാരുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുക്കളും മറ്റും നോക്കിയാൽ അതിലെല്ലാം നരമേധം അല്ലെങ്കിൽ പുരുഷമേധം എന്ന് പറയുന്ന ഒരു യാഗം കാണും. അശ്വമേധം എന്നാൽ കുതിരയെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള യാഗമാണ്. അജമേധം എന്നാൽ ആടിനെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള യാഗമാണ്. ഗോമേധം എന്നാൽ പശുവിനെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള യാഗമാണ്. പുണ്ടരീകമേധം എന്നാൽ ആനയെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള യാഗമാണ്. നരമേധം അല്ലെങ്കിൽ പുരുഷമേധം എന്ന് പറഞ്ഞാൽ അത് നരനെ അഥവാ മനുഷ്യനെ ബലിയർപ്പിക്കുന്ന യാഗമാണ്. നിങ്ങൾ ഏത് സംസ്കൃത നിഘണ്ടു എടുത്തു നോക്കിയാലും അതിൽ നരമേധം എന്ന വാക്കിന് കിട്ടുന്ന അർത്ഥം ഹ്യൂമൻ സാക്രിഫൈസ് അഥവാ നരബലി എന്നാണ്. ഇലന്തൂരിൽ ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും ചേർന്ന് രണ്ട് പാവം സ്ത്രീകളെ കുരുതി കൊടുത്തല്ലോ. ആ പരിപാടി തന്നെയാണ് ഈ നരമേധം, അല്ലാതെ വേറൊന്നുമല്ല. അത് ഈ ആർഷഭാരത ഭൂവിൽ നിലനിന്നിരുന്ന ഇന്നും പലയിടങ്ങളിലും നിലനിൽക്കുന്ന കണാഗുണാധർമ്മക്കാരുടെ വൈകൃതാചാരമാണ്. നരമേധത്തിനെ വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി ഇവന്മാരിപ്പോ പുതിയ വ്യാഖ്യാനങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം നരമേധയാഗത്തിൽ മനുഷ്യരെ ബലിയർപ്പിച്ചിരുന്നില്ല, അവരെ യാഗസ്തൂപത്തിൽ ബന്ധിച്ച് മന്ത്രമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അഴിച്ചു വിടുകയായിരുന്നു എന്നാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനവുമായിട്ട് ഇവന്മാർ വന്നിരിക്കുന്നത്. ആ വ്യാഖ്യാനത്തിന്റെ പൊള്ളത്തരം നമുക്ക് പുറകെ നോക്കാം, ഈ വീഡിയോയിൽ തന്നെ നമുക്ക് പുറകെ നോക്കാം. ഇപ്പൊ നമുക്ക് നരമേധത്തിന്റെ തെളിവുകൾ പരിശോധനാ വിധേയമാക്കാം. പത്മപുരാണം ഭൂമികാണ്ഡം അധ്യായം 37 ശ്ലോകം 32 മുതൽ കൊല്ലപ്പെടുന്ന ജീവികളുടെ പട്ടിക പറയുന്നുണ്ട്. എന്ത് കാരണങ്ങളാലാണ് അവർ കൊല്ലപ്പെടുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ 34ാമത്തെ ശ്ലോകത്തിൽ മനുഷ്യൻ നരമേധത്തിൽ കൊല്ലപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. I shall tell you another fierce act mentioned in the Vedas. When a guest goes to the house, a Brahmana kills and cooks the flesh of a great bull. Or, O King of Kings, he would feed the guest with the flesh of a goat. They kill a horse in a horse sacrifice, and bull in a bull sacrifice, a man in a human sacrifice, and goats in a Vajpaya sacrifice. O great king, a great slaughter of many animals is done at Rajasuya sacrifice. ഇവിടെ പറയാണ്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഉഗ്രമായ പ്രവൃത്തി ഞാൻ നിങ്ങളോട് പറയാം. ഒരു അതിഥി വീട്ടിലേക്ക് എത്തുമ്പോൾ ബ്രാഹ്മണൻ ഒരു വലിയ കാളയെ കൊന്ന് അതിന്റെ മാംസം അതിഥിക്ക് വേണ്ടി പാകം ചെയ്യുന്നു.
അല്ലെങ്കിൽ രാജാതിരാജാവെ അവൻ അതിഥിക്ക് ആടിന്റെ മാംസം ഭക്ഷണമായി നൽകുന്നു. അതിഥിയുടെ ആഹാരമാകാൻ വേണ്ടി കൊല്ലപ്പെടുന്ന ജീവികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ അതിഥി എത്തിയാൽ ആ വീട്ടിലെ കാളയോ ആടോ മാത്രമല്ല പശുവും കൊല്ലപ്പെടും. പശുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല, ഗോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ പശുവും കൊല്ലപ്പെടും. ഇപ്പോഴല്ലേ ഇവർക്ക് പശു മാതാവായത്, മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഇവർക്ക് പശു പാൽ തരുന്ന ഒരു ജീവി മാത്രമായിരുന്നു. ആ കാലത്ത് ഇഷ്ടംപോലെ പശുക്കളെ ഇവർ കൊന്നു തിന്നിട്ടുണ്ട്, അതിഥികൾക്ക് വിളമ്പിയിട്ടുമുണ്ട്. സംസ്കൃതത്തിൽ ഗോക്നൻ എന്നൊരു വാക്കുണ്ട്, ഗോക്നൻ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പശുവിനെ കൊല്ലുന്നവൻ. ഇതാണ് ഗോക്നൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ശത്രുഘ്നൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല ആൾക്കാരുടെ പേരുണ്ട് ശത്രുഘ്നൻ. ശത്രുഘ്നൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കൊല്ലുന്നവൻ. ഗോക്നൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ കൊല്ലുന്നവൻ. ഗോ എന്ന് പറഞ്ഞാൽ പശുവാണ്, പശുവിനെ കൊല്ലുന്നവൻ, അല്ലെങ്കിൽ പശുക്കളെ കൊല്ലുന്നവൻ. ഗോക്നൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം അതിഥി എന്നാണ്. കാരണം എന്താണെന്ന് മനസ്സിലായോ? ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഉറപ്പായും ആ വീട്ടിലെ ഒരു പശു കൊല്ലപ്പെടും. അതുകൊണ്ട് അതിഥി സമം പശുവിനെ കൊല്ലുന്നവൻ, പശുക്കളെ കൊല്ലുന്നവൻ, അതായത് ഗോക്നൻ. ഈ ഗോക്നൻ എന്ന വാക്കിന് അതിഥി എന്ന് മാത്രമല്ല ആതിഥേയൻ എന്നും അർത്ഥമുണ്ട്. തികച്ചും വിരുദ്ധമായ അർത്ഥങ്ങളാണ് ഇത് രണ്ടും. അതിഥി എന്ന് പറയുന്നതും ആതിഥേയൻ എന്ന് പറയുന്നതും തികച്ചും വിരുദ്ധമായ രണ്ടർത്ഥങ്ങളാണ്, രണ്ടു വാക്കുകളാണ്. പക്ഷെ ഗോക്നൻ എന്ന വാക്കിന് ഈ രണ്ടർത്ഥവും ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഈ അതിഥി വന്നതുകൊണ്ടാണ് പശു കൊല്ലപ്പെട്ടതെങ്കിലും അതിഥി അല്ലല്ലോ പശുവിന്റെ കഴുത്തറക്കുന്നത്. അത് ചെയ്യുന്നത് ഒന്നുകിൽ ആതിഥേയൻ അല്ലെങ്കിൽ ആതിഥേയൻ നിശ്ചയിച്ച വ്യക്തി. എന്ന് വെച്ചാൽ ആതിഥേയനാണ് അതിന്റെ ഉത്തരവാദിത്വം. പശു കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ആതിഥേയനാണ്. അപ്പൊ അതിഥിക്ക് വേണ്ടി പശുവിനെ കൊല്ലുന്നയാൾ ഈ ആതിഥേയനായതുകൊണ്ടാണ് ഗോക്നൻ എന്ന വാക്കിന് ആതിഥേയൻ എന്നുകൂടി അർത്ഥമുള്ളത്. തീർന്നില്ല. ഗോക്നൻ എന്ന വാക്കിന് ഉത്തമ ബ്രാഹ്മണൻ എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് നിങ്ങൾ അറിയണം. പശുവിനെ കൊല്ലാത്തവനെ ഉത്തമ ബ്രാഹ്മണനായി അന്ന് ഗണിച്ചിരുന്നില്ല. പശുവിനെ കൊല്ലുന്നവനായിരുന്നു അന്ന് ഉത്തമ ബ്രാഹ്മണൻ. ഒരു വീട്ടിലേക്ക് അതിഥി വന്നു കഴിഞ്ഞാൽ അതിഥി സൽക്കാരം ചെയ്യാത്തയാളെ ഉത്തമ മനുഷ്യനായി ഇന്നത്തെ കാലത്തും ആളുകൾ പരിഗണിക്കില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, നമ്മൾ പച്ചവെള്ളം പോലും അയാൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് എന്താ പിന്നെ പറയുന്നത്? നമ്മൾ അറിയാവുന്ന ആൾക്കാരുടെ നമ്മുടെ അയൽവക്കാരൊക്കെ പറഞ്ഞത്, ഓ അവന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമുണ്ടോ, പച്ചവെള്ളം തരികയല്ല, അത് നല്ലൊരു മനുഷ്യനല്ല, ഒരു നീച മനുഷ്യനായിട്ടാണ് പരിഗണിക്കുക. എന്നാൽ അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ടുന്ന വിധം എല്ലാ സൽക്കാരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആളുകൾ പറയും, ആ നല്ല മനുഷ്യനാണ്, മാന്യനാണ്, നല്ല അഭിപ്രായം പറയുകയുള്ളൂ. അന്നത്തെ കാലത്ത് വീട്ടിലൊരു അതിഥി വന്നാൽ ആ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി വീട്ടിലെ പശുവിനെ അറുക്കാത്ത ബ്രാഹ്മണനെ നീച ബ്രാഹ്മണനായിട്ടും പശുവിനെ കൊന്ന് മാംസം കറി വെച്ചു കൊടുക്കുന്ന ബ്രാഹ്മണനെ ഉത്തമ ബ്രാഹ്മണനുമായിട്ടാണ് അന്ന് ആളുകൾ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗോക്നൻ എന്ന വാക്കിന് ഉത്തമ ബ്രാഹ്മണൻ എന്നുകൂടി അർത്ഥമുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, അതിഥിക്ക് വേണ്ടി കൊല്ലപ്പെടുന്ന മൃഗങ്ങളായി പത്മപുരാണത്തിൽ കാളയും ആടും മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും പശുവിന്റെ ഇറച്ചിയായിരുന്നു അതിഥി സൽക്കാരത്തിൽ മുമ്പനായി നിന്നിരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. പശുവിനെ പശുവായി കണ്ടിരുന്ന കാലത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ. അന്ന് ഇവർ പശുവിനെ പശുവായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്, പാല് കൊടുക്കുന്ന മൃഗമായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീടാണ് ഇവരുടെ മതത്തിന് പരിണാമം ഉണ്ടായത്, മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ ഇവർ പശുവിനെ മാതാവായി കാണാൻ തുടങ്ങി. അതോടുകൂടി പശുവിനെ കൊല്ലുന്നത് ഇവർ നിർത്തി. എന്നിട്ട് പശുവിറച്ചി കൈവശം വെക്കുന്നവനെ വരെ ഇവർ കൊല്ലാൻ തുടങ്ങി. പശുവിനെ കൊല്ലുകയല്ല, പശുവിറച്ചി കൈവശം വെക്കുന്നവനെ കൊല്ലും. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറെയാണ്. ഇവര് വലിയ കാര്യത്തിൽ നാഴികയ്ക്ക് 40 വട്ടം സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. സനാതനം എന്നാൽ നിത്യമായി നിലനിൽക്കുന്നത്, മാറ്റമില്ലാത്തതെന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായോ? ഒരു മാറ്റവുമില്ലാതെ എന്നും എന്നേക്കും അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ആ അർത്ഥപ്രകാരം ഒരു സംസ്കാരമോ മതമോ സനാതനമാണെന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാകാതെ എന്നും ഒരുപോലെ നിലനിൽക്കുന്ന സംസ്കാരമോ മതമോ ആയിരിക്കണം അത്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ആ സനാതനധർമ്മം മാറാൻ പാടില്ലല്ലോ. ഇന്നും ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ അതിഥി വന്നാൽ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യണം? അവൻ പശുവിനെ അറുത്ത് ആ മാംസം കറി വെച്ചോ, ഫ്രൈ ആക്കിയോ, ഗ്രില്ല് ചെയ്തോ, അൽഫാമാക്കി എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അതിഥിക്ക് കൊടുക്കണം, അതിഥിക്ക് വിളമ്പണം. അങ്ങനെ ഗോമാംസം വിളമ്പുന്ന ബ്രാഹ്മണനെ മാത്രമേ ഉത്തമ ബ്രാഹ്മണനായി ഗണിക്കാവൂ. അത് ചെയ്യാൻ തയ്യാറല്ലാത്ത ബ്രാഹ്മണരെ നീച ബ്രാഹ്മണരായിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകമെമ്പാടുമുള്ള സകല ബ്രാഹ്മണരെയും നീച ബ്രാഹ്മണരായിട്ടേ കൂട്ടാൻ പറ്റൂ. അത്രമാത്രം അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
ഇതുപോലെ മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു സംസ്കാരം ലോകത്തില്ല. ഈ ആർഷഭാരത സംസ്കാരം പോലെ, കണാഗുണധർമ്മം പോലെ ഇതുപോലെ മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു സംസ്കാരം ലോകത്തില്ല. എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമെന്ന് കണ്ടാൽ ഇന്നും ഇവര് മാറും, ഇന്നും മാറും. ഒരു സംശയവും വേണ്ട, അതിൽ ഇന്നും മാറും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഈ സനാതന ധർമ്മത്തിനകത്ത് കടൽ കടക്കാൻ പാടില്ല. കടൽ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമുദായ ഭ്രഷ്ടനാണ്, അവനെ പിന്നെ പുറന്തള്ളി. ഇതാണുള്ളത്. ഇന്ന് ഈ കാര്യം നിങ്ങൾ ഇവന്മാരോട് പറഞ്ഞു നോക്കും. വലിയ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നില്ലേ, വലിയ കോമഡിയാണ്. സനാതനധർമ്മത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമുകളുണ്ടല്ല, അവന്മാർ അമേരിക്കയിലും യൂറോപ്പിലൊക്കെയാണ് ഉള്ളത്. ഈ അടുത്ത് തന്നെ സാക്ഷിയുടെ കുറച്ച് ഡിബേറ്റുകൾ നടന്നു. ജെറി ബ്രദറുമായിട്ടും നരേൻ ബ്രദറുമായിട്ടും പ്രവീൺ ബ്രദറുമായിട്ടൊക്കെ ഡിബേറ്റ് നടത്തിയിരുന്നു. സാക്ഷിയുടെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് അത്. അതിൽ കോമഡി എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിറ്റിയാണ് ശരി, ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന ആളുകൾ എവിടെയാ ഉള്ളത്? അവർ ഇന്ത്യയിലാണ് ഉള്ളത്. ജെറി ബ്രദർ ആയാലും നരേൻ ബ്രദർ ആയാലും പ്രവീൺ ബ്രദർ ആയാലും അവരെല്ലാം ഇന്ത്യയിലായിരിക്കുന്നത്. എന്നിട്ട് ആർഷഭാരത സംസ്കാരത്തിന് വേണ്ടി വാദിക്കാനിരിക്കുന്നവരെവിടെയെന്ന് അറിയാം? അവന്മാർ അമേരിക്കയിലേക്ക് പോയിരിക്കുക. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെയാണ് ഉള്ളത്. അവിടെ ഇരുന്നുകൊണ്ട് പറയാണ് ഈ ഭാരതമാണ് വലിയ കാര്യം. ഞങ്ങൾ ഈ ഭാരതത്തിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ മേന്മ എന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇവന്മാര് കടൽ കടന്ന് അങ്ങോട്ട് പോകും. ഇവന്മാരോട് അങ്ങനെ പോയിട്ട് പറയാണ്, നിങ്ങളുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് കടൽ കടക്കാൻ പാടില്ല എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും സമുദ്രം കടന്ന് പോകരുതെന്ന് പറഞ്ഞാൽ അവന്മാര് നമ്മളെ തല്ലാൻ വരില്ലേ? ഞാൻ ഗൾഫിൽ പോയി കുറച്ച് കാശ് ഉണ്ടാക്കുന്നതിന് അസൂയാണോ? അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോകുന്നത്, ഞാൻ യൂറോപ്പിൽ പോകുന്നത്, ഞാൻ ഓസ്ട്രേലിയ പോകുന്നത് എനിക്ക് കടൽ പിടിക്കുന്നില്ല അല്ലെ എന്ന് ചോദിച്ചു ഇവന്മാര് നമ്മളെ തല്ലാൻ വരും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല ഇവര് കണാഗുണധർമ്മത്തെ എടുത്ത് തോട്ടിലിടും. എന്നിട്ട് വേറെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് പറയും, ഞങ്ങളുടെ സനാതന ധർമ്മം ഒരു മാറ്റവും ഇല്ല. എന്ത് ഇതുപോലെ മാറിയ ഒരു സംസ്കാരം വേറെ ഇല്ല. എല്ലാവരും വന്ന് മാറ്റിയിട്ടുണ്ട്. ബുദ്ധന്മാർ വന്നപ്പോ ബുദ്ധന്മാർക്കനുസരിച്ച് മാറി, ജൈനന്മാർ വന്നപ്പോൾ ജൈനന്മാർക്കനുസരിച്ച് മാറി, പിന്നെ മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് അനുസരിച്ച് മാറി. അതിനിടയിൽ ഗ്രീക്കുകാർ വന്നിരുന്നു, ഗ്രീക്കുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കനുസരിച്ച് മാറി. പിന്നെ മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കനുസരിച്ച് മാറി. പോർച്ചുഗീസുകാർ വന്നപ്പോൾ അതനുസരിച്ച് മാറി. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതനുസരിച്ച് മാറി. ഓരോ കൂട്ടർ അവസാനം ഇപ്പൊ മോഡേൺ യുഗത്തിലേക്ക് വന്നപ്പോൾ, ആധുനികതയിലേക്ക് വന്നപ്പോൾ, ജനാധിപത്യത്തിലേക്ക് വന്നപ്പോൾ അതനുസരിച്ച് മാറി. ഇങ്ങനെ എല്ലാ സമയത്തും മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നത് സനാതനമാണ്. സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോയി പഠിക്കും നിങ്ങൾ ആദ്യം. ആ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇമാതിരി ഡയലോഗ് അടിക്കാൻ നിൽക്കുകയില്ല കേട്ടാ. എന്നാലും സന്ദർഭവശാൽ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. പത്മപുരാണത്തിലെ ബാക്കി ശ്ലോകങ്ങൾ നേരത്തെ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വായിച്ചല്ലോ, അതിന്റെ ബാക്കി ഇങ്ങനെയാണ്. അവർ കൊല്ലുന്നു ഒരു കുതിരയെ അശ്വമേധത്തിൽ, ഒരു കാളയെ യാഗത്തിൽ, ഒരു മനുഷ്യനെ നരബലിയിൽ ഹ്യൂമൻ സാക്രിഫൈസ് നരമേധത്തിൽ, ആടിനെ വാജ്പേയ യാഗത്തിൽ, മഹാനായ രാജാവെ ഒരു രാജസൂയ യാഗത്തിൽ അനേകം മൃഗങ്ങളുടെ ഒരു മഹാസംഹാരം നടക്കുന്നു. പത്മപുരാണം ഭൂമികാന്ഡം അധ്യായം 37 ശ്ലോകം 32 മുതൽ 35 വരെ. അപ്പൊ ഇതിൽ ഓരോരോ യാഗങ്ങളിൽ കൊല്ലപ്പെടുന്ന ജീവികളുടെ പേരുകളാണ് പിന്നെ പറയുന്നത്. ആദ്യം നമ്മൾ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഥികൾ വരുമ്പോൾ കൊല്ലപ്പെടുന്ന ജീവികളുടെ പേരാണ്. പിന്നെ പറയുന്നത് യാഗങ്ങളിൽ കൊല്ലപ്പെടുന്ന ജീവികളുടെ പേരുകളാണ്. അപ്പൊ അതില് നരമേധയാഗത്തിൽ കൊല്ലപ്പെടുന്ന ജീവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനാണ്. അതാണ് അവിടെ പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ സാക്രിഫൈസ് അല്ലെങ്കിൽ നരബലിയിൽ കൊല്ലപ്പെടുന്നത് മനുഷ്യനാണ്. തീർന്നില്ല. അതേ പത്മപുരാണം ബ്രഹ്മകാന്ഡം അധ്യായം 12 ശ്ലോകം 6 മുതൽ 12 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് സനാതന മതഭീകരതയുടെ ജുഗുപ്സാവഹമായ മുഖമാണ്. 3 മുതലുള്ള ശ്ലോകങ്ങൾ വായിച്ചാലേ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് 3-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. പണ്ട് ദ്വാപരയുഗത്തിൽ വിഷ്ണുഭക്തനും യാഗങ്ങൾ അർപ്പിക്കുന്നവനുമായ ദിനനാഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ആ രാജാവ് ഗാലവ മഹർഷിയോട് വിനയപൂർവ്വം ചോദിക്കുകയാണ്, ഓ ഓഷൻ ഓഫ് കമ്പാഷൻ, ടെൽ മീ ഡ്യൂ ടു വിച്ച് റിലീജിയസ് മെറിറ്റ് എ സൺ ഈസ് ബോൺ, ഐ ഷാൽ പ്രാക്ടീസ് ഇറ്റ് ബൈ യുവർ ഓർഡർ. ദ ലൈഫ് ഓഫ് ദോസ് മെൻ ഹു ഡു നോട്ട് ഹാവ് എ സൺ ഈസ് യൂസ്ലെസ്. അതായത്, അല്ലയോ മഹാനായ മുനി, കരുണയുടെ മഹാസമുദ്രമേ, മതപരമായ എന്ത് കർമ്മം ചെയ്താലാണ് ഒരു പുത്രൻ ജനിക്കാനുള്ള യോഗ്യത എനിക്ക് സിദ്ധിക്കുക? താങ്കൾ അത് എന്നോട് പറഞ്ഞാലും താങ്കളുടെ കൽപ്പന പ്രകാരം ഞാനത് പ്രാവർത്തികമാക്കും. പുത്രനില്ലാത്ത മനുഷ്യരുടെ ജീവിതം നിഷ്ഫലമാണെന്നാണ് രാജാവ് പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് 6-7 ശ്ലോകങ്ങളിൽ ഗാലവ മഹർഷി പറയുന്നത്. ഗാലവ മുനി പറയുന്നത് ഇങ്ങനെയാണ്, ഓ കിങ്, അല്ലയോ രാജാവേ, I shall tell you in brief the cause of a son's birth about which you have asked me. അതായത് താങ്കൾ എന്നോട് ചോദിച്ച ഒരു പുത്രന്റെ ജനനത്തിന്റെ കാര്യം ഞാൻ ചുരുക്കത്തിൽ പറയാം. ലിസൺ അറ്റൻഷീവ്ലി, ശ്രദ്ധയോടെ താങ്കൾ കേൾക്കുക. ഓ ബെസ്റ്റ് കിങ്, പെർഫോം ദ സാക്രിഫൈസ് കാൾഡ് നരമേധ. ഹേ ഉത്തമനായ രാജാവേ,
താങ്കൾ നരമേധമെന്ന യാഗമനുഷ്ഠിക്കുക. Then you will have progeny endowed with all good characteristics. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നല്ല സ്വഭാവങ്ങളോടും കൂടിയ സന്തതി ഉണ്ടാകും. ഇതാണ് ഗാലവമുനി രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു രാജാവ് മക്കളില്ലാതെ മുനിയുടെ അടുത്ത് നിന്നിട്ട് ഉപദേശം തേടിക്കഴിഞ്ഞപ്പോ മുനി കൊടുക്കുന്ന ആർഷഭാരത സംസ്കാരത്തിലെ ആ ഗുരു ആചാര്യം കൊടുക്കുന്ന ഉപദേശമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഈ കണാഗുണാധർമ്മക്കാരുടെ ടെക്നിക്ക് എന്താണെന്ന് കണ്ടോ? ഒരു മനുഷ്യനെ അങ്ങ് ബലി കൊടുത്താൽ മതി, മക്കൾ ഉണ്ടായിക്കോളും. ഇതാണ് പുരോഹിതൻ രാജാവിന് ഉപദേശം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചിന്തിക്കുന്നത് കേൾക്കുമ്പോൾ? രാജാവ് എന്ത് മറുപടി പറയുന്ന ചിന്തിക്കാം. രാജാവ് പ്രജകളുടെ അധിപതിയാണ്. പ്രജകളെല്ലാം രാജാവിനെ സംബന്ധിച്ച് മക്കളെ പോലെയാണ്. അപ്പൊ ഏത് പ്രജയെ ബലി കൊടുത്താലും സ്വന്തം മകനെ ബലി കൊടുക്കുന്നത് പോലെ തന്നെയുള്ള പ്രശ്നമാണത്. അപ്പൊ രാജാവിനെ എതിർക്കും എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുക. അത് ശരിയാവുകയില്ല. എന്റെ പ്രജകളിൽ ഒരാളെ ബലി കൊടുത്തിട്ട് എനിക്കൊരു സന്തതി വേണ്ട എന്നൊക്കെ രാജാവ് പറയും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ രാജാവ് എന്താ പറയുന്നത് അറിയോ? രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഓ പ്രിസെപ്റ്റർ, ഓ ബ്രാഹ്മണ, ടെൽ മീ, by bringing what kind of man I shall perform the great human sacrifice, the best among sacrifices. എട്ടാമത്തെ ശ്ലോകത്തിൽ രാജാവ് പറയുന്നത് ഇതാണ്: ഹേ ആചാര്യ, അല്ലയോ ബ്രാഹ്മണ, യാഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠതരമായ നരമേധം അർപ്പിക്കേണ്ടതിന് ഞാൻ ഏതു തരം മനുഷ്യനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് എന്നോട് പറയൂ എന്നാണ് രാജാവ് പറയുന്നത്. അപ്പൊ ഇതിന് ഗാലവ മഹർഷി കൊടുക്കുന്ന മറുപടിയാണ് 9ാമത്തെ ശ്ലോകം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഗാലവൻ കൊടുക്കുന്ന മറുപടിയാണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ബൈബിള് വായിക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൈവത്തിന് ആട്ടിൻകുട്ടിയെ ഒരു യാഗം അർപ്പിക്കുകയാണെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതെല്ലാം പക്ഷികളിൽ ഒന്നിനെയാകുന്നുവെങ്കിൽ എന്തായിരിക്കണം, ആടല്ല ഈ കാളയാകുന്നുവെങ്കിൽ എന്തായിരിക്കണം, ഓരോരോ ജീവികളാണെങ്കിൽ അതിന്റെ യോഗ്യത പറയുന്നുണ്ട്. ഊനമില്ലാത്തതായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് യോഗ്യതകളുണ്ട്. ഇത്ര വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ കാളയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗാലവ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, നരമേധത്തിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നരബലി അർപ്പിക്കുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ, മനുഷ്യന്റെ ക്രൈറ്റീരിയ, അതിന് നരബലി അർപ്പിക്കപ്പെടാൻ മാത്രം യോഗ്യത, അവനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിങ്ങനെയാണ് ഗാലവ മഹർഷി പറയുന്നത്: ഇഫ് എ മാൻ ഹാസ് എ ഹാൻസം ബോഡി, അതായത് ഒരു മനുഷ്യന് സുന്ദരമായ ഒരു ശരീരം, എ ചാമിങ് ഫേസ്, അതായത് ആകർഷകമായിട്ടുള്ള മുഖം, ഹാൻസം ബോഡി ആൻഡ് ചാമിങ് ഫേസ്, ആൻഡ് ഈസ് പ്രൊഫിഷ്യന്റ് ഇൻ ഓൾ സാക്രഡ് ടെക്സ്റ്റ്സ്, എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും, അവന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്, അല്ലാതെ ബൈബിള് പോലെയുള്ളതൊന്നുമല്ല, അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രാവീണ്യമുള്ള, അതിലൊക്കെ പണ്ഡിതനായിരിക്കുന്ന ആളാണെങ്കിൽ, then he is fit for sacrifice. അങ്ങനെയാണെങ്കിൽ അവൻ യാഗമർപ്പിക്കപ്പെടാൻ യോഗ്യനാണ്, അവനെ യാഗം അർപ്പിക്കാം. എന്നിട്ട് പറയുകയാണ്: he who is crippled, has a black complexion, is a fool, would not be fit for sacrifice. അതായത് മുടന്തൻ, കറുത്ത നിറമുള്ളവൻ, പിന്നെ വിഡ്ഢിയായിരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവരൊന്നും നരമേധയാഗത്തിന് യോഗ്യനല്ല. നല്ല ആകർഷകമായ ശരീരവും സുന്ദരമായ മുഖവും വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമൊക്കെയുള്ള ആളാണെങ്കിൽ മാത്രമേ ഇതിന് അർക്കപ്പെടാൻ യോഗ്യനായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ ഈ കറുത്തവനും മുടന്തനും ബുദ്ധിയില്ലാത്തവനും ഇവനൊന്നും അർക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോ ഈ ലക്ഷണമൊക്കെയുള്ള ഈ ഗാലവ മഹർഷി പറഞ്ഞു കൊടുത്തല്ലോ, യാഗമൃഗത്തിന്റെ, അതായത് ഈ മൃഗം എന്ന് പറയാൻ പറ്റില്ല, യാഗത്തിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന ആ മനുഷ്യന്റെ, നരമേധത്തിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അപ്പൊ ആ ക്വാളിറ്റീസ് ഒക്കെയുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി രാജഭടന്മാര് പോകുന്നു. എന്നിട്ട് ഒരു ബ്രാഹ്മണന്റെ 3 മക്കളിൽ ഒരാളെ ഈ ലക്ഷണങ്ങളെല്ലാം തിരിഞ്ഞവനായിട്ട് അവർ കണ്ടെത്തുകയാണ്. അപ്പൊ 19ാമത്തെ ശ്ലോകത്തിൽ രാജഭടന്മാര് ബ്രാഹ്മണനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഓ ബെസ്റ്റ് ബ്രാഹ്മണ, ദ കിങ് ഡസ് നോട്ട് ഹാവ് എ സൺ ഹു വുഡ് നോട്ട് റിമൂവ് ഹിസ് affliction. For that son be initiated into the sacrifice called Naramedha, we shall take your son to offer him as a victim in that great sacrifice. എന്നിട്ട് പറയാണ്: ഓ ബ്രാഹ്മണ,
carefully take a lac of coins of gold in exchange for your son. If, due to your fondness for your son, you would not give your son ungrudgingly, then we shall take him forcibly, because we carry out the order of the king. ഇവർ പറയുന്നതിന്റെ സാരം ഇതാണ്: അല്ലയോ ഉത്തമനായ ബ്രാഹ്മണ, രാജാവിന് തന്റെ ദുരിതം നീക്കുന്ന ഒരു പുത്രനില്ല. അതിനായി രാജാവ് നരമേധയാഗം നടത്തുകയാണ്. ആ മഹത്തായ യാഗത്തിൽ ബലിയാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ടുപോകും. അല്ലയോ ബ്രാഹ്മണ, 1,00,000 സ്വർണ്ണ നാണയങ്ങൾ നിന്റെ മകന് പകരമായി നീ എടുത്തുകൊള്ളുക. നിങ്ങളുടെ പുത്രനോടുള്ള ഇഷ്ടനിമിത്തം നിങ്ങൾ നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് നൽകാതിരുന്നാൽ ഞങ്ങൾ അവനെ ബലമായി പിടിച്ചുകൊണ്ടുപോകും. കാരണം ഞങ്ങൾ രാജാവിന്റെ കൽപ്പന പാലിക്കുന്നതാണ്, കൽപ്പനയുമായിട്ടാണ്, രാജാവിന്റെ ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പത്മപുരാണം ബ്രഹ്മകാണ്ഡം അധ്യായം 12 ശ്ലോകം 19. മഹത്തായ ആർഷഭാരത ഭൂമിയിലുണ്ടായിരുന്ന സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയാണ് നമ്മളിവിടെ കണ്ടത്. രാജാവിന് മക്കളില്ലെങ്കിൽ മക്കൾ ഉണ്ടാകാൻ വേണ്ട എളുപ്പവഴിയായി അവരുടെ ആചാര്യന്മാർ ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടോ? നരമേധയാഗം നടത്തിയാൽ മതി പുത്രൻ ഉണ്ടാകുമെന്ന്. ഇതിൽ നരമേധയാഗത്തെ കുറിച്ചുള്ള വിശേഷണം രാജാവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ പറയുന്നതെന്ന്? ദ ഗ്രേറ്റ് ഹ്യൂമൻ സാക്രിഫൈസ്, ബെസ്റ്റ് എമംഗ് സാക്രിഫൈസസ്. അതായത് യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ്, ഏറ്റവും മഹത്തരമായതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ യാഗമാണ് നരമേധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ രാജാവ് എന്താ ചെയ്തത് നിങ്ങൾ കണ്ടോ? നരബലി അർപ്പിക്കാൻ യോഗ്യതയുള്ള ആളെ ബലമായി പിടിച്ചു കൊണ്ടുപോരാനുള്ള അധികാരവുമായി, ആ ഓർഡറുമായി സൈനികരെ അയക്കുകയാണ്. കാശ് കൊടുത്തിട്ടും നരബലിക്കുള്ള ആളെ വീട്ടുകാർ വിട്ടുതരുന്നില്ലെങ്കിൽ അവനെ തട്ടിക്കൊണ്ടുപോകുന്നെന്നും പറഞ്ഞാണ് രാജാവ് ഭടന്മാരെ അയച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വിവാഹിതരായിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് വൈകല്യങ്ങളൊന്നുമില്ലാത്ത സൗന്ദര്യമുള്ള ബുദ്ധിമാന്മാരായ മക്കൾ തങ്ങൾക്കുണ്ടാകണമെന്നാണ്. അങ്ങനെയുള്ള മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സന്തോഷവും ഉണ്ടാവും. മക്കൾ ബുദ്ധിമാന്മാരായ, ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലാത്ത, ഊനമില്ലാത്ത, വിരൂപത ഒന്നുമില്ലാത്ത, അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്ത, സൗന്ദര്യമുള്ള, ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. പക്ഷെ ആർഷ സംസ്കാരത്തിൽ സനാതനധർമ്മത്തിന് പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത് അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ സുന്ദരനും ബുദ്ധിമാനുമായ മകനുണ്ടായാൽ മാതാപിതാക്കൾക്ക് ഭയമായിരിക്കും, അവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല. പിന്നെ എപ്പോഴും പേടിയായിരിക്കും. ഇവനെ നരമേധയാഗത്തിന് രാജാവ് പിടിച്ചുകൊണ്ടുപോകുമോ എന്നുള്ള ഭയം. രാജാവിന് സമ്പത്തുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ, രാജ്യത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ, അല്ലെങ്കിൽ രാജാവിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം മാറാൻ, മക്കളില്ലെങ്കിൽ മക്കളുണ്ടാകാൻ, ഇതിനൊക്കെയുള്ള ഒറ്റമൂലി സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നത് നരബലിയാണ്. അത് നമ്മളവരുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. എന്തിനും ഏതിനും ഒറ്റമൂലി നരബലി. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ മാതാപിതാക്കൾക്ക് ഭയമായിരിക്കും. അറിവുള്ള ഒരു ബുദ്ധിമാനായ ഒരു മകൻ, വേറെ അംഗവൈകല്യങ്ങളൊന്നുമില്ല, സുന്ദരനായിരിക്കുന്നവൻ, അങ്ങനെയാണെങ്കിൽ പേടിയാണ്. അങ്ങനെ പേടിച്ചു പറച്ച് ജീവിക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ള ആ സനാതനധർമ്മത്തിൽ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ഈ സനാതനധർമ്മം എന്ന് പറയുന്ന സാധനം മഹത്തായ സംഗതിയാണെന്നും പറഞ്ഞ് ഇക്കാലത്ത് ഈ വിവരദോഷികൾ വരുമ്പോ ഞാൻ അതിനെ വളരെ സിമ്പിളായി കണാഗുണാധർമ്മം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെറുതെ വിളിക്കുന്നതല്ല, ഇതൊക്കെ വെറും കണാഗുണാധർമ്മം തന്നെയാണ്. ഇതിനകത്തൊന്നും ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു മഹത്തരമായ ഒരു കാര്യമില്ല, ഒരു മാന്യതയില്ല, ഒന്നുമില്ല. ഇത് ഇവന്മാരിന്ന് മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല. ഇവരുടെ പ്രമാണങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ വൃത്തികേട് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അതിന്റെ അറപ്പുണ്ടല്ല, അറപ്പുളവാക്കുന്ന, ജുഗുപ്സ ഉളവാക്കുന്ന ആ സംഗതിയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങളും പറയും ഇത് വെറും കണാഗുണാധർമ്മമാണല്ലോ. ഉറപ്പാ, നിങ്ങളും പറയും. ഇനി പത്മപുരാണത്തിൽ മാത്രമല്ല കേട്ടോ, മഹാഭാരതത്തിലേക്ക് വന്നാൽ, ഇവരുടെ വലിയ ഇതിഹാസമാണല്ലോ മഹാഭാരതം. മഹാഭാരതത്തിലേക്ക് വന്നാല് അവിടെയും നമ്മൾ കാണുന്നുണ്ട് നരബലി. മഹാഭാരതം അശ്വമേധ പർവം സംവർത്തമരുത്തീയത്തിൽ വ്യാസൻ യുധിഷ്ഠിരനോട് പറയുന്നത് ഇങ്ങനെയാണ്: രാജസൂയം, അശ്വമേധം, സർവമേധം, നരമേധം എന്നിവയെല്ലാം അല്ലയോ ഭാരത ഭവാൻ ചെയ്തുകൊള്ളുക എന്ന്. എന്തൊക്കെയാണെന്ന് കണ്ട? രാജസൂയം, അശ്വമേധം, സർവമേധം, നരമേധം അവസാനമായിട്ട് പറയാണ്. ഇതൊക്കെ ചെയ്തുകൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യാഗങ്ങൾക്കും മുകളിലാണ് കണാഗുണാധർമ്മക്കാരുടെ വിശ്വാസപ്രകാരം നരമേധയാഗമുള്ളത്.
എല്ലാ യാഗങ്ങൾക്കും മുകളിലാണ്. അതായത് രാജസൂയത്തിന്റെ മുകളിൽ അശ്വമേധം, അതിന്റെ മുകളിൽ സർവമേധം, അതിനും മുകളിലാണ് നരമേധം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓർഡർ അനുസരിച്ച് തന്നെയാണ് വ്യാസം പറയുന്നത്. താങ്കൾ രാജസൂയം ചെയ്യുക, അശ്വമേധം ചെയ്യുക, സർവമേധം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നരമേധവും ചെയ്തു എന്ന് പറയുന്നത്. ഇതാണ് പത്മപുരാണത്തിൽ നമ്മൾ വായിച്ചില്ലേ, യാഗങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, മഹത്തായത്, ശ്രേഷ്ഠമായതാണ് നരമേധമെന്ന്. അതുകൊണ്ടാണ് എല്ലാ യാഗത്തിനും മീതെ നിൽക്കുന്ന നരമേധയാഗവും കഴിച്ചോളാൻ വ്യാസൻ യുധിഷ്ഠിരനോട് പറഞ്ഞത്. ഇനി തീർന്നില്ല, മഹാഭാരതത്തിൽ ഇനിയുണ്ട്, വേറെയുണ്ട്. മഹാഭാരതം ശല്യമർവം, ബലദേവ തീർത്ഥയാത്ര, സാരസ്വതോപാഖ്യാനത്തില് നരഭേദത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം. ഈ ദേവല മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ ഒരു മുനി വന്നു. മൗനിയായ ഒരു ഭിക്ഷു, മുനിയല്ല സോറി, ഭിക്ഷു വന്നു. ഭിക്ഷു വരികയാണ്, ഭിക്ഷ എടുത്തു വരുന്ന ഒരു മനുഷ്യൻ വരികയാണ്. ഇദ്ദേഹം മൗനിയാണ്, മിണ്ടുകയില്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മുനിയാണ്, ജൈഗീഷവ്യ മുനിയാണ് ഈ ഭിക്ഷുവിന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്. ഇത് ദേവലൻ അറിഞ്ഞുകൂടാ. പക്ഷെ ദേവന് മനസ്സിലായി ഈ ഭിക്ഷുവിന് എന്തൊക്കെയോ പ്രത്യേക കഴിവുകളുണ്ട്, ഇത് സാധാരണ ഭിക്ഷു അല്ല, അത് മനസ്സിലായി. അപ്പൊ മനസ്സിലായി കഴിഞ്ഞപ്പോ ദേവനൻ ഈ ഭിക്ഷുവിനെ പിന്തുടരുകയാണ്. അങ്ങനെ ഈ ഭിക്ഷു ഓരോരോ ലോകങ്ങളിൽ ചെല്ലും. ഇവരുടെ വിശ്വാസം അനുസരിച്ച് 14 ലോകങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓരോരോ ലോകങ്ങളിലെത്തും. അവിടെയൊക്കെ ദേവനും ഭിക്ഷുവിനെ പിന്തുടർന്ന് ചെല്ലുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ സ്ഥലങ്ങളിൽ കണ്ടു എന്ന് പറയുമ്പോഴാണ്, ആ കാര്യം പറയുമ്പോഴാണ് നരമേധത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. രാജസൂയം കഴിക്കുന്നവരും പുണ്ടരീകം ജയിക്കുന്നവരുമായവരുടെ ലോകങ്ങളിൽ ജൈഗീഷവ്യനെ കണ്ടു. അശ്വമേധ ക്രതുവും നരമേധവും ചെയ്യുന്ന നരശ്രേഷ്ഠന്മാരുടെ ലോകത്തും മുനിയെ കണ്ടു എന്നാണ് മഹാഭാരത ശല്യപർവം ബലദേവ തീർത്ഥയാത്ര സാരസ്വതോപാഖ്യാനത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നരമേധയാഗം കഴിക്കുന്ന നരശ്രേഷ്ഠരുടെ ലോകത്ത് ഈ ഭിക്ഷുവിനെ കണ്ടു, അല്ലെങ്കിൽ മുനിയെ കണ്ടു എന്ന് പറയും. അപ്പോ നരമേധയാഗം കഴിക്കുന്നവര് ആരാണ്? നരശ്രേഷ്ഠന്മാരാണ്. നരശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നരന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്നവൻ. നരമേധയാഗം കഴിക്കുന്നവരെ മഹാഭാരതം വിശേഷിപ്പിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമന്മാരാണ്, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് അവരെന്നാണ്. നരമേധം ചെയ്യുന്നത് കൊണ്ട് അവർ നരശ്രേഷ്ഠരായി തീരുന്നതാണോ, അതല്ല നരശ്രേഷ്ഠരായിരിക്കുന്നത് കൊണ്ട് അവർ നരമേധം ചെയ്യുന്നതാണോ എന്നാണ് എനിക്കിനി അറിയാനുള്ളത്. കാരണം അതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവര് നരമേധം ചെയ്യുന്നത് കൊണ്ടാണോ ഇവരെ നരശ്രേഷ്ഠരായിട്ട് നിങ്ങൾ കാണുന്നത്, അത് ഇവർ നരശ്രേഷ്ഠരായതുകൊണ്ട് ശ്രേഷ്ഠന്മാര് ചെയ്യേണ്ടതായ ചില കർത്തവ്യങ്ങളുണ്ട്, അപ്പൊ ആ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ട് ഇവർ നരമേധം ചെയ്യുകയാണ് എന്നാണ് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നമ്മുടെയൊക്കെ സംസ്കാരത്തില് ഒരാളെ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്, ഒരു മനുഷ്യനെ നമ്മൾ ശ്രേഷ്ഠനായിട്ട് കാണുന്നത്, ശ്രേഷ്ഠ മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയാളുടെ അറിവും കഴിവും പാണ്ഡിത്യവും സമ്പത്തും അങ്ങനെയൊക്കെയുള്ള മറ്റെല്ലാ കഴിവുകളും, അയാൾക്കുള്ളതായ എല്ലാ കഴിവുകളും, ഏതൊക്കെ? എല്ലാവരും ഇപ്പൊ ധനവാന്മാരായിരിക്കണമെന്നൊന്നുമില്ല, അപ്പൊ സമ്പത്തുണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ ബുദ്ധി ഉണ്ടാകാം, മറ്റു അറിവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അറിവ്, ആ പാണ്ഡിത്യം, ആ കഴിവ്, അതെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രേഷ്ഠ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രേഷ്ഠ മനുഷ്യരായിട്ട് കാണുന്നത്. എന്നാൽ കണാഗുണാധർമ്മക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ. അവർക്കാരാണെന്നറിയോ നരശ്രേഷ്ഠന്മാര്? നരബലി നടത്തുന്നവരാണ് അവർക്ക് നരശ്രേഷ്ഠര്. മഹാഭാരതം പറയുന്നതാണല്ലോ നരബലി നടത്തുന്ന, നരമേധയാഗം നടത്തുന്ന നരശ്രേഷ്ഠന്മാര്. അപ്പൊ ഈ ഭഗവത് സിംഗിനെയും ലൈലയെയും മുഹമ്മദ് ഷാഫിയെയും നമ്മള് നീച മനുഷ്യരായിട്ടാണ് കാണുന്നത്. നിരപരാധികളായ 2 പാവ സ്ത്രീകളെ കഴുത്തറുത്ത് കൊന്ന് യാഗം അർപ്പിച്ചു, നരബലി അർപ്പിച്ചു. അവിടെ നമ്മൾ നീച മനുഷ്യരായിട്ട് കാണുമ്പോൾ, ഈ കണാഗുണാധർമ്മക്കാരെ സംബന്ധിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 3 നരശ്രേഷ്ഠന്മാരാണ് ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ച് അവർ നീച മനുഷ്യരാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ശ്രേഷ്ഠ മനുഷ്യരാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 3 നരശ്രേഷ്ഠന്മാരേ ഉള്ളൂ. ആ 3 പേര് ഇവരാണ്, ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും. ഈ കണാഗുണാധർമ്മക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമുക്ക് ശ്രേഷ്ഠമായി തോന്നുന്നതൊക്കെ അവർക്ക് നീചമായിരിക്കും, നമുക്ക് നീചമായിരിക്കുന്നതൊക്കെ അവർക്ക് ശ്രേഷ്ഠമായിരിക്കും. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇനി മഹാഭാരതത്തിൽ മാത്രമാണോ? അല്ല, രാമായണത്തിലുണ്ട്. മറ്റൊരു ഇതിഹാസമാണല്ലോ രാമായണം. ആ രാമായണത്തിൽ കയറി നോക്കിയാൽ അവിടെയും ഉണ്ട് നരബലിയുടെ ചിത്രം. വാത്മീകി രാമായണം ബാലകാന്ഡം 61, 62 സർഗങ്ങളിൽ നരബലിയുടെ കാര്യം നമുക്ക് കാണാം. ഞാനത് വായിക്കാം. അയോധ്യാധിപനായ അംബരീഷൻ എന്ന മഹാരാജാവ്
അക്കാലത്താണ് അതിപ്രധാനമായ ഒരു യാഗം ചെയ്യാൻ ആരംഭിച്ചത്. എന്നാൽ വാസവൻ യജ്ഞപശുവിനെ കട്ടുകൊണ്ടുപോയി. ഈ വാസവൻ എന്ന് പറഞ്ഞ ആരാണെന്ന് മനസ്സിലായോ? ഇന്ദ്രനാണ് കേട്ടോ, ദേവേന്ദ്രനാണ്. ദേവേന്ദ്രൻ യാഗം നടക്കുന്ന സമയത്ത് ഈ പശുവിനെ കട്ടുകൊണ്ടുപോയി. അംബരീഷ മഹാരാജാവ് യാഗം കഴിക്കുന്നത് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്, രാജ്യത്തിന് അല്ലെങ്കിൽ തന്റെ സ്വത്തിന് എന്തൊക്കെയാകട്ടെ, രാജ്യത്തിന് ഉണ്ടായെന്ന് പറഞ്ഞ രാജാവിന് തന്നെ. അപ്പൊ ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാകാൻ, സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു യാഗം കഴിക്കുകയാണ്, അതിപ്രധാനമായ ഒരു യാഗം കഴിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്ന് യാഗപശുവിനെ കട്ടുകൊണ്ട് പോവുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രന് പേടിയാണ്. ഇന്ദ്രന്റെ ക്യാരക്ടർ സ്റ്റഡി നമ്മൾ നോക്കിയാൽ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പിന്നെ ബാക്കി ഉപനിഷത്തുകൾ അതിലൊക്കെയുള്ള ഓരോരോ കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്റ്റഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രസമാണ്. ഓരോരുത്തരുടെയൊക്കെ സ്വഭാവം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ. അതില് ഇന്ദ്രന്റെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എപ്പോഴും അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ദൈവസങ്കല്പമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രന് പേടിയാണ്. ആരെങ്കിലും ഒരു യാഗം നടത്തിയാൽ ഇന്ദ്രന് ഭയമാണ്. ഏതെങ്കിലും മുനി തപസ്സിരുന്നാൽ, അല്ലെങ്കിൽ ഒരു രാജാവ് പോയിട്ട് തപസ്സിരിക്കുകയാണ്, ഇനി രാജ്യഭരണമൊന്നും വേണ്ട എന്നും പറഞ്ഞ് വാനപ്രസ്ഥം ചെയ്ത് പുള്ളി കാട്ടിൽ പോയി തപസ്സൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇന്ദ്രന് പേടിയാണ്. എന്താണെന്നറിയോ? ഇന്ദ്രപദവി തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇവന്മാര് യാഗം നടത്തുന്നത്, അല്ലെങ്കിൽ ഇവന്മാര് തപസ്സിരിക്കുന്നത് എന്ന ഇന്ദ്രന്റെ വിചാരം. അതുകൊണ്ടാണ് ഇന്ദ്രൻ എപ്പോഴും ഈ തപസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ അപ്സരസുകളൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. ഏതെങ്കിലും മുനി തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രന് പേടിയാണ്. ഈ ഇന്ദ്രനെ പോലെ ഇത്രയും അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ ലോകത്ത് വേറെ ഒരു സംസ്കാരത്തിലും നമുക്ക് കാണാൻ പറ്റില്ല. ലോകത്ത് ഇഷ്ടംപോലെ സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളിലൊക്കെയുള്ള മനുഷ്യർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവരുടെ സങ്കല്പങ്ങളിൽ ഓരോരോ ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ ഗ്രീക്ക് മിത്തോളജി നോക്കിയാലും അതല്ല വേറെ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. മനുഷ്യന്റെ ഒരു ദൈവ സങ്കല്പങ്ങളിൽ അവരുണ്ടാക്കിയെടുക്കുന്നത് അവരുടെ ബുദ്ധിക്കോ ഒക്കെ അനുസരിച്ചിട്ട്. ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ നിരീശ്വരവാദികൾ അവരുടെ ബുദ്ധിക്ക് യുക്തിക്ക് അനുസരിച്ച് അവരൊരു ദൈവത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിങ്കനാണ് അവരുടെ ദൈവം, അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അങ്ങനെ ലോകത്തുള്ള എല്ലാവരും അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യദൈവം മാത്രമാണ് ഇങ്ങോട്ടേക്ക് വെളിപ്പാട് നിന്ന് തന്നെ കുറിച്ചുള്ള വിവരം പറഞ്ഞത്. ബാക്കിയുള്ളവരും അവർക്കാർക്കും കിട്ടുകയല്ല, അവരുണ്ടാക്കിയെടുക്കണം അവരുടെ മനസ്സിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഏത് ദൈവസങ്കല്പത്തെ നോക്കിയാലും ശരി, ഈ ഇന്ദ്രനെ പോലെ ഇത്രയും അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ദുരന്തം, ദാരിദ്ര്യം പിടിച്ച ഒരു ടീമിനെ വേറെ ഒരിടത്തും കാണുകയില്ല. ആര് തപസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പുള്ളി അപ്പം പോകും തപസ് കൊടുക്കാൻ. ഒന്നുകിൽ നേരിട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരെയൊക്കെ അയക്കും, അപ്സരസുകളെ അയക്കും. അതല്ലെങ്കിൽ അവിടെ ഇതേപോലെ ഇപ്പൊ ഈ യാഗപശുവിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ, കട്ടുകൊണ്ടുപോയതുപോലെ, ഒരു ദൈവമാണ് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത്, കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള ഈ സംഭവം ഈ പുള്ളി ചെയ്യും. അപ്പൊ ഇതെല്ലാം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ വാസവൻ യാഗപശുവിനെ കട്ടുകൊണ്ടുപോയി. പരിഭ്രാന്തരായ അന്തണന്മാർ, മഹാരാജാവേ അവിടുത്തെ ദുർനയത്താൽ പശുവിനെ കാണുന്നില്ല. പാവം രാജാവിനാണ് ഇപ്പൊ എന്റെ പഴി മുഴുവൻ വീണത്. ഇന്ദ്രൻ വന്ന് കട്ടുകൊണ്ടുപോയതാണ്. പറയാണ് അവിടുത്തെ ദുർനയത്താൽ, രാജാവിന് ദുർനയമാണ്, അതുകൊണ്ടാണ് പശുവിനെ കാണാത്തതെന്ന് പറയുന്നത്. പശുവിനെ കാണുന്നില്ല. രക്ഷകനില്ലാത്ത ഭൂപതിയെ ചീത്തത്തങ്ങൾ ഒന്നിച്ചു ചേർന്ന് നശിപ്പിക്കും. ഈ യജ്ഞത്തിന് വലിയതായ പ്രായശ്ചിത്തം ചെയ്യണം. അതായത് രാജാവിന്റെ ദുർനയത്താലാണല്ലോ പശുവിനെ കാണാതായി പോയത്, അങ്ങനെയുള്ളവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. രാജാവ് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരിലാണ് പശുവിനെ കാണാതായിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് പറയുന്നത്. എന്തിനും ഏതിനും ഈ സനാതന ധർമ്മത്തിനകത്ത് ഒറ്റമൂലിയുണ്ട്. എന്താണെന്നറിയോ? നരബലി, വേറൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും കാളന്നല്ലായി. എന്തിനും ഏതിനോ, ഇപ്പോഴല്ല പണ്ടൊക്കെ, ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ വന്നില്ല. അതൊക്കെ വരുന്നതിനേക്കാൾ മുമ്പുള്ള കാലത്ത്, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പറയും കാളന്നല്ലായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റമൂലി കിട്ടും. എന്ത് രോഗത്തിനും ഒറ്റമൂലി അവിടെ കിട്ടും. അതുപോലെ അങ്ങനെ അന്നൊക്കെ പണ്ടുകൂടെ കാളന്നല്ലായി എന്ന് പറഞ്ഞ പോലെയാണ് യുവന്മാരുടെ ഇതില് എന്തിനും ഏതിനും ഒറ്റമൂലി, നരബലി എന്താണ് പറയുന്നത് അറിയാമോ? ഈ യജ്ഞത്തിന് വലിയതായ പ്രായശ്ചിത്തം ചെയ്യണം. അതിവേഗം ഒരാളെ നരബലിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, ഒരാളെയോ പശുവിനെയോ കൊണ്ടുവരും. ഇനി ആളെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ യജ്ഞ പശുവിനെ തന്നെ കൊണ്ടുവരണം. ഇതേതെങ്കിലും ഒന്ന് ചെയ്യണം, എന്നിട്ടേ കർമ്മങ്ങൾ ആരംഭിക്കാവൂ. ഒന്നുകിൽ യജ്ഞപശുവിനെ കൊണ്ടുവരണം, യജ്ഞപശുവിനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളെ കൊണ്ടുവരണം, നരബലി. ഇതാണ് പ്രായശ്ചിത്തം ഇവർ പറയുന്നത്. എന്നിട്ടേ കർമ്മങ്ങൾ ആരംഭിക്കാവൂ. യാഗത്തിനുള്ള പശുവിനെ കിട്ടുകയാണെങ്കിൽ 1000കണക്കിൽ ഗോക്കളെ പ്രതിഫലമായി നൽകാമെന്ന് ആ പുരുഷർഭനായ രാജാവ് വിളംബരം ചെയ്തു. മഹീപതി തന്നെ പല പല ദേശങ്ങൾ, രാജ്യങ്ങൾ, നഗരങ്ങൾ, വനങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. പശുവിനെ കണ്ടെത്തണമല്ലോ. പശുവിനെ ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയ കാര്യം ഈ പാവങ്ങൾക്ക് അറിഞ്ഞോളല്ല. അപ്പോ ആ പശുവിനെ കിട്ടുകയാണെങ്കിൽ 1000കണക്കിന് പശുക്കളെ വേറെ തരാമെന്നൊക്കെ രാജാവ് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടാനാണ്? ഇന്ദ്രനല്ലേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കിട്ടാനില്ല. പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ഉണ്ണി ധരണീനാഥൻ
പുണ്യാശ്രമമായ ഭൃഗുതുണ്ടത്തിലെത്തി. അവിടെ തപസ്സുകൊണ്ട് ദീപ്തനായ ഋജീകൻ പത്നിയോടും പുത്രന്മാരോടും കൂടി നിവസിക്കുന്നുണ്ട്. അമിതപ്രഭനായ രാജർഷി ബ്രഹ്മർഷിയോട് കുശലാന്വേഷണം ചെയ്ത് പ്രണിപതിച്ച് സവിനയം അഭ്യർത്ഥിച്ചു. ഭൃഗുവംശ തിലകനായ ബ്രഹ്മർഷി ശ്രേഷ്ഠ, 100,000 പശുക്കളെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കാം. യജ്ഞപശുവാക്കാൻ ഒരു ഉണ്ണിയെ എനിക്ക് തരണം. യാഗശാലയിൽ നിന്ന് പശുവിനെ കട്ടുകൊണ്ടുപോയി നാടൊട്ടുക്ക് അന്വേഷിച്ച് മനസ്സുമടുത്തു. യജ്ഞപശുവിനെ കിട്ടിയതുമില്ല. ഇതിൽ നിന്ന് ഒരു ഉണ്ണിയെ തന്നാൽ ഞാൻ ഏറ്റവും കൃതാർത്ഥനായി. ഒരു പിതാവിനോട് പോയിട്ട് രാജാവ് ചോദിക്കുകയാണ്, എന്റെ യാഗപശുവിനെ കാണാനില്ല, പകരം എനിക്ക് ബലി അർപ്പിക്കാൻ, യാഗമായിട്ട് അർപ്പിക്കാൻ നിങ്ങളുടെ ഒരു മോനെ തരണമെന്ന്. എന്താ ഒരു ഉളുപ്പുണ്ട് ചോദിക്കുന്നതിനൊക്കെ, ഒരു ഉളുപ്പുമില്ല. അപ്പൊ മുനി പറയുന്ന മറുപടിയാണ് രസം. മുനി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേജസ്സേറിയ ഋജീകൻ പറഞ്ഞു, രാജേന്ദ്ര, സീമന്തപുത്രനെ ഞാൻ ഒരിക്കലും വിൽക്കുകയില്ല. സീമന്തപുത്രൻ എന്ന് പറഞ്ഞാൽ മൂത്തപുത്രനെ ഞാൻ ഒരിക്കലും വിൽക്കുകയില്ല. ഈ വാക്കുകൾ കേട്ട ഉടൻ ഋജീക പത്നി പുരുഷസിംഹനായ അംബരീഷ രാജാവിനോട് പറഞ്ഞു, നരപാലക, ഭൃഗുനന്ദനൻ മൂത്ത മകനെ തരുന്നതല്ലെന്ന് പറഞ്ഞുവല്ലോ, അതേപോലെ ഇളയവനെ ഞാൻ ഒരിക്കലും തരുകയില്ല. എന്റെ ഓമന കുട്ടിയാണ് ഈ ചെറിയവനായ ശുനകൻ. ഭൂരിപക്ഷം പിതാക്കന്മാർക്കും ആദ്യത്തെ സന്താനത്തിലാണ് സ്നേഹക്കൂടുതൽ. ഏറ്റവും ഇളയ കുട്ടിയിൽ അമ്മയ്ക്കും വാത്സല്യമേറും. അതുകൊണ്ട് ശുനകനെ ഹേ ഭൂപാലക ഞാൻ തരില്ല. അമ്മയും പറഞ്ഞു. മൂത്തയാളെ തരില്ല എന്ന് അച്ഛനും പറഞ്ഞു, ഇളയാളെ തരില്ല എന്ന് അമ്മയും പറഞ്ഞു. പിതാവിന്റെയും മാതാവിന്റെയും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട മധ്യമസുതൻ ശുനശേഫൻ സ്വയമായി പറഞ്ഞു, മഹാരാജാവേ, ജ്യേഷ്ഠനെ വിൽക്കുന്നതല്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. അതുപോലെ അമ്മ അനുജനെയും. നടുവിലുള്ള മകനെ അവർ വിറ്റ് കഴിഞ്ഞു. എന്നെ അവിടുത്തെ ഇഷ്ടം പോലെ കൊണ്ടുപോകാം. രഘുനന്ദന അംബരീഷൻ ആനന്ദമഗ്നായി 100,000 പശുക്കളെ സാദരം കൊടുത്ത് ശുനശേഫനെയും കൊണ്ട് മടങ്ങി. തേജസ്വിയായ രാജർഷി താപസകുമാരനെ തേരിൽ കയറ്റി. കണാഗുണധർമ്മക്കാരുടെ ധാർമ്മിക ബോധമാണ് ഈ കാണുന്നത്. 1,00,000 പശുക്കളെ കിട്ടുമെന്ന് കണ്ടാൽ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നതൊക്കെ അവരുടെ ധർമ്മത്തിൽ സാധാരണ കാര്യങ്ങളായിരുന്നു. അതിലൊന്നും ഒരു അസ്വാഭാവികതയും അവർക്ക് തോന്നിയില്ല. 1,00,000 പശുക്കള്, കൊള്ളാം, 100,000 പശുക്കളാണ്, 1,00,000 പശുക്കള്, ശരി. അപ്പൊ മോനെയും വെച്ച് നോക്കുകയാണ്, തുലനം ചെയ്ത് നോക്കുകയാണ്, ഏതിനാണ് മൂല്യം കൂടുതൽ, വില കൂടുതലെന്ന്. അപ്പൊ മനസ്സിലായി, 1,00,000 പശുക്കൾക്ക് വില കൂടുതൽ. മോനെ വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കാലോ, ഭാര്യ ഉണ്ടല്ലോ ഇവിടെ, പ്രസവിക്കുമല്ലോ, മോനെ വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കാം. പക്ഷെ 100,000 പശുക്കളെ എവിടെ നിന്ന് കിട്ടാനാ? ഇങ്ങനെയൊക്കെയല്ല വല്ല ഭാഗ്യത്തിൽ ലോട്ടറി അടിച്ച പോലെ കിട്ടല്ലേ ഉള്ളൂ. എന്നാൽ ആയിക്കോട്ടെ, അതുകൊണ്ട് ഇവനെ അങ്ങ് വിറ്റു. ശുനശേഫന രാജാവും മധ്യാഹ്നമായപ്പോഴേക്ക് പുഷ്കര തീരത്തിലെത്തി. അല്പനേരം അവിടെ വിശ്രമിക്കുവാൻ നിശ്ചയിച്ചു. ക്ഷീണം തീർക്കുവാൻ ആശ്രമോപാന്തത്തിൽ രാജാവ് ഇരുന്നു. കീർത്തിമാനായ ശുനശേഫൻ ചുറ്റി നടക്കുമ്പോൾ ഘാതിപുത്രനെ കണ്ടെത്തി. മഹർഷിമാരുടെ മധ്യത്തിൽ തപസ്സിലിരിക്കുന്ന അമ്മാമന്റെ മടിയിൽ വിശപ്പും ദാഹവും കൊണ്ട് വിവർണവദനായ ശുനശേഫൻ വീണ് ദീനദീനം ഇങ്ങനെ പറഞ്ഞു, മുനീന്ദ്രന്മാരാൽ കൂടി വന്ധ്യനായ അമ്മാമ, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, ചാർച്ചക്കാരില്ല, ബന്ധുക്കളില്ല. ധാർമ്മികമായി തന്നെ എന്നെ അവിടുന്ന് രക്ഷിക്കണേ. മഹാരാജ അംബരീഷൻ കൃതകൃത്യനാകണം. എനിക്ക് ദീർഘായുസ് ഉണ്ടാകണം. കഠിന തപസ് ചെയ്ത് എനിക്ക് സ്വർഗം പോകണം. അനാഥനായ എനിക്ക് അവിടുന്ന് നാഥനാകണേ. പിതാവ് പുത്രനെ എന്ന പോലെ ഉൾക്കുളിരാർന്ന അവിടുന്ന് എന്നെ രക്ഷിക്കണേ. ധാർമ്മികോത്സംസമായി അവിടുന്ന് എന്റെ മാലകറ്റണേ. മഹാതപസാർജിച്ച വിശ്വാമിത്രൻ ബാലനെ പലതരത്തിലും ആശ്വസിപ്പിച്ചു. പുത്രന്മാരോട് സസ്നേഹം പറഞ്ഞു. പുത്രോത്പാദനം അറിഞ്ഞാൽ ആ നിമിഷം മുതൽ മാതാപിതാക്കന്മാർ സന്തുഷ്ടരായിത്തീരുന്നു. ആ സന്താനം പരലോകഹിതം നൽകുമെന്നാണ് അവരുടെ വിശ്വാസം. ആ സമയം ഇതാ വന്നിരിക്കുന്നു. താപസകുമാരനായ ശുനശേഫൻ എന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. സ്വജീവൻ പരിത്യജിച്ചു. ഇവനെ, എന്റെ ഉണ്ണികളെ നിങ്ങൾ രക്ഷിക്കണം. നിങ്ങളെല്ലാവരും ധർമ്മതൽപരന്മാരും പുണ്യകർമ്മ നിരതരുമാണ്. നൃപവരന്റെ യജ്ഞപശുവായി തീർന്ന് അഗ്നിയെ സംതൃപ്തനാക്കുവിൻ. എന്നാൽ ശുനശേഫൻ രക്ഷ നേടും. യാഗം നിർവിഘ്നം അവസാനിക്കും. ദേവന്മാർ സന്തോഷിക്കും. നിങ്ങൾ എന്റെ നിർദ്ദേശമനുസരിച്ച നന്ദനന്മാരാകും. ദശരഥ നന്ദനായ രാമ, പിതൃവാക്കുകൾ കേട്ട പുത്രന്മാർ അഹങ്കാരത്തോടെ അല്പം കളിയാക്കിക്കൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. വിഭുവായ പിതാവേ, സ്വന്തം മക്കളെ ഹനിച്ച് അന്യന്റെ മക്കളെ കാക്കുന്നത് എന്താണ്? അന്നത്തെ വിട്ട് നായ് മാംസത്തെ സ്വീകരിക്കുന്നത് പോലെ ഏറ്റവും തെറ്റായൊരു തീർപ്പാണിതെന്ന് തോന്നുന്നു. പുത്രന്മാരുടെ ഇത്തരത്തിലുള്ള സംസാരം മുനിപുങ്കവന്റെ നേത്രങ്ങളെ കോപം കൊണ്ട് രക്തവർണ്ണങ്ങളാക്കി. ഉഗ്രസ്വരത്തിൽ,
എന്റെ വാക്കുകളെ കൂസൽ കൂടാതെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ പറഞ്ഞുവല്ലോ. ധർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത കഠിന വാക്കുകൾ രോമാഞ്ചമുണ്ടാക്കുന്നു. വസിഷ്ഠപുത്രന്മാർക്ക് സംഭവിച്ച ജാതിയിൽ തന്നെ നിങ്ങളും എത്തട്ടെ. നായയുടെ മാംസം തിന്ന് 1000 വർഷം ഭൂമിയിൽ അലയുവിൻ. ഇങ്ങനെ കൊടിയ ശാപം ആത്മജന്മാർക്ക് കൊടുത്ത ശേഷം ഇദ്ദേഹം ദുഃഖിതനായി നിൽക്കുന്ന ശുനശേഫനോട് തുടർന്നു, കുമാര, നിർബാധമായ രക്ഷ നിനക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. ദർഭപ്പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ചരടാൽ ബന്ധിച്ച് രക്തവർണ്ണ കുസുമ മാലയണിയിച്ച് നിന്നെ വിഷ്ണുയൂപ സമീപത്തിലേക്ക് കൊണ്ടുപോയാൽ നീ അഗ്നിയെ സ്തുതിക്കണം. അതിനുള്ള ദിവ്യഗാഥകൾ 2 ഞാനിതാ ഉപദേശിക്കുന്നു. അംബരീഷന്റെ യജ്ഞാവസാനത്തിൽ ഈ ദിവ്യസ്തുതികൾ കൊണ്ട് നിനക്ക് സിദ്ധി കൈവരും. ദിവ്യമന്ത്രങ്ങളായ ഗാഥകൾ പഠിച്ച ശുനശേഫൻ സസന്തോഷം അരജ സമീപത്തിലെത്തി ധൃതിയോടെ പറഞ്ഞു, സത്വസമ്പന്നനായ രാജസിംഹ, നമുക്ക് വേഗത്തിൽ യജ്ഞസദസ്സിലേക്കെത്താം. ദീക്ഷ സ്വീകരിച്ച അവിടുന്ന് യാഗം അവസാനിപ്പിച്ചാലും. മുനികുമാരന്റെ വാക്കുകൾ അംബരീഷന്റെ ഹൃദയം കുളിർപ്പിച്ചു. അവർ യജ്ഞവാടത്തിലേക്ക് അതിവേഗത്തിലെത്തി. ഋദ്ധിക്കുകളായ സദസ്യരുടെ അനുവാദപ്രകാരം ശുനശേഫനെ യജ്ഞത്തിനുള്ള പശുവാക്കി കൽപ്പിച്ചു. ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് യൂപത്തിൽ കെട്ടിയിട്ടു. മുനീന്ദ്രദത്തമായ ദിവ്യമന്ത്രസ്തുതിയാൽ ഇന്ദ്രനും ഉപേന്ദ്രനും ദേവന്മാരും സന്തുഷ്ടരായി തീർന്നു. വാനോർ നായകൻ പ്രസാദിച്ച് ശുനശേഫന് ദീർഘായുസ് നൽകി. അംബരീഷ മഹാരാജാവിനാകട്ടെ അമരനാഥൻ യാഗത്തിന്റെ ഫലം അനേകം ഇരട്ടിയാക്കി കൊടുത്തു. ധർമാത്മാവായ വിശ്വാമിത്രൻ 1000 സംവത്സരങ്ങൾ പുഷ്കരത്തിൽ തന്നെ വീണ്ടും തപസ് ചെയ്തു. വാത്മീകി രാമായണം ബാലകാന്ഡം 61-62 സർഗങ്ങൾ. മക്കളില്ലെങ്കിൽ മാത്രമല്ല, യാഗം നടത്താൻ ഉത്തമമായ യാഗപശു ഇല്ലെന്നു വന്നാലും പശുവിന് പകരം ഗണാഗുണാധർമ്മക്കാര് മനുഷ്യനെയാണ് യാഗം കഴിച്ചിരുന്നതെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രാമായണത്തിൽ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. ഇനി ദേവീ ഭാഗവതത്തിലേക്ക് ചെന്നാലോ, അവിടെയും കാണാൻ നരബലി. ദേവീ ഭാഗവതം, ശ്രീമദ് ദേവീ ഭാഗവതം, സപ്തമകാന്ഡം, അധ്യായം 14 വരുമ്പോൾ അവിടെ നമ്മൾ നരഭേദം കാണുന്നുണ്ട്. പുരാണ പ്രസിദ്ധനായ സൂര്യവംശ രാജാവായ ഹരിശ്ചന്ദ്രന് സന്തതികൾ ഇല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം വരുണഭഗവാനെ തപസ് ചെയ്ത് പ്രീണിപ്പിച്ച് തനിക്കൊരു മകനെ തരണമെന്ന വരം ചോദിക്കുകയാണ്. ഈ ഹരിശ്ചന്ദ്രനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പ്രസിദ്ധനാണ്. ഇവരെല്ലാം സനാതനികളെല്ലാം വലിയ കാര്യത്തില്, ഗണാഗുണകർമ്മക്കാർ വലിയ കാര്യത്തിൽ മുക്കി പിടിക്കുന്ന ഒരു രാജാവാണ് ഹരിശ്ചന്ദ്രൻ. സത്യസന്ധനാണ്, വാക്കിന് വിലയുള്ളവരാണ്, വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിറവേറ്റുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഡയലോഗ് അടിക്കുന്ന ആളാണ്. യുവമാരെ കൊണ്ടുവരുന്ന ആളാണ് ഹരിശ്ചന്ദ്രൻ. മിസ്റ്റർ MK ഗാന്ധിക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഹരിശ്ചന്ദ്രൻ. വലിയ സംഭവം, എല്ലാവന്മാരും വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഹരിശ്ചന്ദ്രനൊക്കെ ഭൂലോക ഉടായിപ്പായിരുന്നു. ഇവരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇവരുടെ പ്രചരണം കേൾക്കണ്ട, അത് ജിഹാദികളുടെ തക്കിയ പോലെ തന്നെയാണ് ഇവന്മാരുടെ പ്രചരണമൊക്കെ. പുസ്തകം വായിച്ചു നോക്കണം. പുസ്തകം വായിക്കുമ്പോൾ പ്രമാണത്തിൽ നിന്ന് മനസ്സിലാവും ഇതൊക്കെ ഉടായിപ്പാണെന്നുള്ളത്. അപ്പൊ ഈ ഹരിശ്ചന്ദ്രൻ ഈ വരുണനെ തപസ് ചെയ്ത് പ്രീണിപ്പിച്ചിട്ട് ഒരു മകനെ തരണം എന്നുള്ള വരം ചോദിക്കുകയാണ്. അപ്പൊ ഈ വരം നൽകുന്നതിന് പകരം വരുണൻ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, നരബലിയാണ്. നരബലി ഞാൻ പറഞ്ഞില്ലേ, ഈ കനാന്യരുടെ ദേവീദേവന്മാര് നരബലി അവരുടെ ഭക്തന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് ഈ ആർഷഭാരത സംസ്കാരത്തിലുണ്ടായിരുന്ന ദേവീദേവന്മാരും അവരുടെ ഭക്തന്മാരോട് ആവശ്യപ്പെടുന്നത് നരബലി തന്നെ. വരുണനും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കണാഗുണധർമ്മക്കാരുടെ ഒക്കെ ഇത് തന്നെ പരിപാടി. ഞാൻ വായിക്കാം. ശ്രീമദ് ദേവീ ഭാഗവതം, സപ്തമകാന്ഡം, അധ്യായം 14, ശ്ലോകം 42 മുതലാണ് വായിക്കുന്നത്. രാജാവ് ഉവാച എന്ന് വെച്ചാൽ രാജാവ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദേവേശ, ഞാൻ അനവത്യനാണ്. സുഖപ്രദനായ ഒരു പുത്രനെ നൽകിയാലും ഋണത്രയം തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ ഈ ചെയ്തത്. അതായത് ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഋണത്രയം എന്ന് പറയുന്നത് കടബാധ്യത ഉണ്ട്, അത് വീട്ടണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പും എന്ന് പറയുന്ന ഒരു നരകമുണ്ട്. ഇവർക്ക് കുറേ നരകങ്ങളുണ്ട്, 1, 2, 3 അല്ല കേട്ടോ, ഇഷ്ടം. ബൈബിൾ ഒരു നരകത്തെ പറ്റിയേ പറയുന്നുള്ളൂ. അതിനെ തന്നെ ഒരു പരിഹസിക്കും. എന്തോന്നാണ് ഇത് നരകമോ? അതായത് സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനെ പിടിച്ച് നരകത്തിലിടോ എന്നൊക്കെ ചോദിക്കും. ആ ശങ്കരനാരായണനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവന്മാരിത് ചോദിക്കണ്ട. പക്ഷെ ഇവന്മാരുടെ പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നരകം എന്ന് പറഞ്ഞാൽ എന്തോരം നരകങ്ങളാണെന്നറിയാം. ഇഷ്ടംപോലെ 10-28 നരകങ്ങളാണെന്ന് തോന്നുന്നു. 28 തോന്നുന്നു. ഞാൻ മുമ്പൊരിക്കലും മൊത്തം വായിച്ചത്, ഒന്നും പേരൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. അതിൽ ഒരെണ്ണമാണ് പും എന്ന് പറയുന്ന ഒരു നരകമുണ്ട്. ഈ പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ, അതുകൊണ്ടാണ് ഇവര് പുത്രൻ എന്ന് വിളിക്കുന്നത്. പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ എന്നുള്ളതാണ്. അപ്പൊ രാജാവ് പുത്രനില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ പുള്ളി നരകത്തിലേക്ക് പോകും. പും എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകും. അതിന് രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ. അതിന് രക്ഷിക്കണമെങ്കിൽ മകൻ കർമ്മങ്ങൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്ത് രക്ഷിച്ചെടുക്കണം. അപ്പൊ അതില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഋണത്രയം തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ ഈ ചെയ്തതെന്ന് പറയുന്നത്.
ദുഃഖിതനായ രാജാവിന്റെ പ്രഗത്ഭമായ മൊഴി കേട്ട് വരുണൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അങ്ങ് ആഗ്രഹിക്കും വിധം ഗുണവാനായൊരു പുത്രനുണ്ടായാൽ കാര്യസിദ്ധിക്ക് ശേഷം അങ്ങ് എനിക്ക് എന്ത് പ്രിയം ചെയ്യും? ആ പുത്രനെ തന്നെ അങ്ങ് നിസ്സംശയം യജ്ഞപശുവാക്കി യജിക്കുമെങ്കിൽ രാജാവേ, ഞാൻ അങ്ങേക്ക് വരം തരാം. പറഞ്ഞത് മനസ്സിലായോ? ആ പുത്രനെ തന്നെ അങ്ങ് ഒരു സംശയവും കൂടാതെ യജ്ഞപശുവാക്കി യജിക്കുമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരമേധയാഗത്തിലെ യജ്ഞപശുവാക്കി അങ്ങ് അറുക്കുകയാണെങ്കിൽ, അതിനെ യാഗമായിട്ട്, ആ ശിശുവിനെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുകയാണെങ്കിൽ, ആ പുത്രനെ തന്നെ താങ്കൾ നരബലി അർപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് വരം തരാം, ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം തരാം. ആഹാ, നല്ല ബെസ്റ്റ് ദൈവം. ഒരു ഭക്തൻ വന്ന് വരുണനോട് അനഭക്തനായ തനിക്കൊരു പുത്രനെ തരണമെന്ന് അപേക്ഷിച്ചപ്പോ വരുണൻ പറയുന്നത് കേട്ടോ, ഞാൻ നിനക്ക് പുത്രനെയൊക്കെ തരാം, പക്ഷെ ആ പുത്രനെ തന്നെ നീ എനിക്ക് നരബലി കഴിക്കണം, എങ്കിലേ നിനക്ക് ഞാൻ പുത്രനെ തരൂ. ഇതാണ് വരുണൻ പറയുന്നത്. കനാൻ നാട്ടിലുണ്ടായിരുന്ന ജാതീയ ദേവന്മാരും ദേവിമാരും എല്ലാം അവരുടെ ഭക്തന്മാരോട് നരബലി ആവശ്യപ്പെട്ടിരുന്നവരാണ്. തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് മുൻപാകെ മനുഷ്യരക്തം ചൊരിയുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നവരാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു സംഗതിയുണ്ട്. കനാൻ നാട്ടിലുണ്ടായിരുന്നവരുടെ ദേവീദേവന്മാർ മാത്രമല്ല, ഈ ആർഷഭാരത സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ പൂജിച്ചിരുന്ന ദേവീദേവന്മാരും അവരുടെ ഭക്തന്മാരോട് സ്വന്തം മക്കളെ അടക്കം നരബലി നടത്താൻ ആവശ്യപ്പെട്ടിരുന്ന അധാർമികരായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരും ബ്രിട്ടീഷ് ഭരണാധികാരികളും ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ട് മാത്രം ഗതികേടിനാൽ വേറെ നിവൃത്തിയില്ലാതെ മാന്യതയുടെ മുഖം മൂടി ഇടേണ്ടി വന്നവരാണ് ഇവിടുത്തെ ദേവീദേവന്മാർ. ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു. സ്വന്തം മക്കളെയൊക്കെ നരബലിയർപ്പിക്കുന്ന ആ കാര്യങ്ങളിൽ അതിൽ നിന്നെല്ലാം മിഷണറിമാർ അവരെ തടഞ്ഞു. പിന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോൾ കിരാതമായ ഇത്തരം ദുരാചാരങ്ങളെ നിരോധിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇതുകൊണ്ട് മാത്രമാണ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ദേവീദേവന്മാർ മര്യാദക്കാരുടെ മുഖം മൂടിയിട്ടത്. മര്യാദക്കാരായവർ മാറിയിട്ടില്ല, മര്യാദക്കാരുടെ മുഖം മൂടിയിടേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ ദേവീദേവന്മാർ നിരപരാധികളായ മനുഷ്യരെ കുരുതി പൊടിപ്പിച്ച് ഇവിടെ വിലസി നടന്നേനെ. മനസ്സിലായോ? ഇത് മര്യാദക്കാരുടെ മുഖം മൂടി ധരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തതെന്നുള്ള കാര്യം. ഞാനത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സാന്ദർഭികമായിട്ട് ഞാനിപ്പോ ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം വരുണൻ ആവശ്യപ്പെട്ടത് കേട്ടപ്പോ ഹരിശ്ചന്ദ്രൻ അല്പം പോലും ഞെട്ടുന്നില്ല. വളരെ കൂളായിട്ട് പറയാണ്, ഞാൻ ആ പുത്രനെ യജ്ഞപശുവാക്കി യജിക്കാം, എന്ന് വെച്ചാൽ നരബലി നടത്താമെന്ന്. നമ്മളെന്താ വിചാരിക്കുക? ഹരിശ്ചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഇതെന്ത് വർത്താനമാണ് താൻ ഈ പറയുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയാണ് തന്റെ അടുത്ത് വന്നത്. അന്നേരം കുഞ്ഞിനെ തരുന്നതിന് പകരം കുഞ്ഞിനെ തരാം, പിന്നെ അത് യാഗം അർപ്പിക്കണം. അങ്ങനെ പിന്നെ എനിക്ക് കുഞ്ഞ് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ അവൻ ജീവനോടെ ഉണ്ടാകണ്ടേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ, എങ്കിലല്ലേ എനിക്ക് പുമ്മെന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യപ്പെടുകയുള്ളൂ. അവനെ ഞാൻ തനിക്ക് തന്നെ തിരിച്ച് യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതൊന്നും ചോദിക്കുന്നില്ല. പുള്ളി വളരെ കൂളായിട്ട് പറയാണ്, ഞാൻ ആ പുത്രനെ യജ്ഞപശുവാക്കി പൂജിക്കാം. നമുക്ക് തുറന്നു വായിക്കാം. രാജാവ് പറഞ്ഞു, ദേവ, എനിക്ക് വന്ധ്യത്വം ഉണ്ടാവാതിരിക്കട്ടെ. പുത്രനെ യജ്ഞപശുവാക്കി ജലാധിപനായ അങ്ങയെ യജിച്ച് പ്രീതിപ്പെടുത്താം. ഞാൻ പറയുന്നത് സത്യമാണ്. ലോകത്ത് സഹിക്കാനാവാത്ത ദുഃഖമാണ് വന്ധ്യത്വം. അതിനാൽ മനുഷ്യരുടെ ശോകാഗ്നിയെ കെടുത്തുന്ന ഒരു നല്ല പുത്രനെ നൽകിയാലും. ഇപ്പൊ രാജാവ് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ വരുണം പറയുകയാണ്, രാജാവേ, അങ്ങേക്ക് പുത്രനുണ്ടാവും, ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളൂ. അങ്ങ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം സത്യമാക്കിക്കൊള്ളണം. എന്നാന്ന് മനസ്സിലായി. നേരിട്ട് പറഞ്ഞത് നരബലിയുടെ കാര്യം. നരബലി ഞാൻ എന്റെ മകനെ തന്നെ ഞാൻ അങ്ങേക്ക് തരാം, യജ്ഞപശുവാക്കി യജിക്കാമെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം സത്യമാക്കണം, പറഞ്ഞ വാക്ക് പാലിക്കണം, വാക്കിന് വിലയുണ്ടാകണമെന്നാണ് ഹരിശ്ചന്ദ്രനോട് പറയുന്നത്. വരുണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഹരിശ്ചന്ദ്രൻ ഗൃഹത്തിലേക്ക് പോയി. വരദാനത്തെ പറ്റിയുള്ള വൃത്താന്തമെല്ലാം ഭാര്യയോട് പറഞ്ഞു. അദ്ദേഹത്തിന് സൗന്ദര്യം തികഞ്ഞ 100 പത്നിമാരുണ്ടായിരുന്നു. അവരിൽ പട്ടമഹിഷിയായ ശൈബ്യ പതിവ്രതയായ ധർമ്മപത്നിയായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ സുന്ദരി ഗർഭം ധരിച്ചു. ഭാര്യയുടെ ഗർഭലക്ഷണങ്ങളെ കുറിച്ച് കേട്ട രാജാവ് അത്യധികം സന്തുഷ്ടനായി തീർന്നു. അപ്പോൾ വിധി അനുസരിച്ച് വേണ്ട സംസ്കാരാദി കർമ്മങ്ങൾ രാജാവ് ചെയ്യിച്ചു. 10 മാസം പൂർത്തിയായപ്പോൾ അവൾ ഒരു ശുഭദിനത്തിൽ ശുഭഗ്രഹങ്ങളെല്ലാം ബലവാന്മാരായിരിക്കെ ദേവകുമാരന് തുല്യനായ ഒരു പുത്രനെ പ്രസവിച്ചു.
പുത്രനുണ്ടായപ്പോൾ രാജാവ് സ്നാനം ചെയ്ത് ബ്രാഹ്മണനാൽ പരിസേവിതനായി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഹരിശ്ചന്ദ്രൻ കൊട്ടാരത്തിൽ ചെന്ന് ഭാര്യമാരോട് വരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരാരും കരയുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നില്ല. 10 മാസം ഗർഭിണിയായി നൊന്ത് പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ നരബലി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഗർഭിണിയാകാൻ വയ്യ എന്ന് ഈ 100 പത്നിമാരിൽ ഒരാളും പറയുന്നില്ല. എന്താ കാര്യം ഒന്ന് പിടികിട്ടിയോ? സ്വന്തം മക്കളെ അടക്കം ബലിയർപ്പിക്കുന്ന നരമേധയാഗം ഈ ആർഷഭാരത ഭൂവിൽ ഒരു സാധാരണ സംഗതിയായിരുന്നു. സാധാരണ സംഗതി. അതുകൊണ്ടാണ് വരുണൻ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഹരിശ്ചന്ദ്രന് അതിൽ അസ്വാഭാവികത തോന്നാഞ്ഞത്. മനസ്സിലായോ? ഹരിശ്ചന്ദ്രൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കും ഇതത്ര വലിയ കാര്യമായി തോന്നാഞ്ഞത് ആർഷഭാരത ഭൂവിൽ ഇതൊരു സ്വാഭാവിക കാര്യമായിരുന്നതുകൊണ്ടാണ്. നരബലിയുടെ സർവ്വസാധാരണമായ ഒരു സംഗതിയായിരുന്നതുകൊണ്ടാണ്. ഇതിന്റെ ബാക്കി മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ ഹരിശ്ചന്ദ്രന്റെ മകൻ ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വരുണൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് കൊട്ടാരത്തിലെത്തി കുഞ്ഞ് ജനിച്ചതിൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരിശ്ചന്ദ്രനോട് പറയുകയാണ്, ഞാൻ വരുണനാണ്, താങ്കൾ എനിക്ക് വാക്ക് തന്നതുപോലെ കുഞ്ഞിനെ എനിക്ക് യാഗമർപ്പിക്കുമെന്ന്. അതായത് കുഞ്ഞ് ജനിച്ചിട്ടുള്ളൂ, ശിശുവാണ്, ശിശുവിനെ ജനിച്ചെന്ന് തന്നെ വന്നിട്ട് പറയാണ് യാഗമർപ്പിക്കുമെന്ന്. അപ്പൊ ഹരിശ്ചന്ദ്രൻ പറയും, യാഗം നടത്തണമെങ്കിൽ മാതാപിതാക്കൾ വേണ്ടേ? മാതാപിതാക്കൾ, കുഞ്ഞ് ജനിച്ച് 10-ാം ദിവസം പിതാവും 1 മാസം കഴിയുമ്പോൾ മാതാവും ശുദ്ധിയുള്ളവരാകും. അപ്പൊ മാതാപിതാക്കൾ ശുദ്ധരാകാതെ അവരുടെ കുഞ്ഞിനെ യാഗം കഴിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് താങ്കൾ 1 മാസം കൂടി ഒന്ന് ക്ഷമിക്കണം, 1 മാസം കഴിഞ്ഞ് വരണം, അപ്പൊ യാഗം അർപ്പിക്കാം. അപ്പൊ ഇത് സമ്മതിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വരുണം പോകും. കൃത്യം 1 മാസം തികഞ്ഞപ്പോ കുഞ്ഞിനെ യാഗം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുണൻ വീണ്ടും വരും. അപ്പൊ ഹരിശ്ചന്ദ്രൻ പറയാണ്, യാഗപശുവിന് പല്ല് വേണം, പല്ലില്ലാത്ത പശുവിനെ യാഗം അർപ്പിക്കാൻ പാടില്ലെന്നാണ് വിധി. അതുകൊണ്ട് കുഞ്ഞിന് പല്ല് മുളച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ യാഗം അർപ്പിക്കാം. വരുണൻ ഇത് കേട്ടപ്പോ ശരിയെന്ന് പറഞ്ഞ് വരുണൻ പോകും. കുഞ്ഞിനെ പല്ല് മുളച്ചു എന്നറിഞ്ഞപ്പോ വരുണൻ വീണ്ടും വരികയാണ്, ഓടി വരികയാണ്. കാരണം ശിശുരക്തം കുടിക്കാൻ കിട്ടാത്തത് കൊണ്ട് വരുണൻ അവിടെ ഇരിക്കപ്പുറതി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പല്ല് മുളച്ചെന്നറിഞ്ഞപ്പോ തന്നെ ഓടി വന്നത്. ഇപ്രാവശ്യം നരമേധയാഗം നീട്ടിവെക്കാൻ ഹരിശ്ചന്ദ്രൻ പറയുന്ന ന്യായം എന്താണെന്നറിയാം? കുഞ്ഞിന്റെ മുടി കളഞ്ഞിട്ടില്ല. ആദ്യമായി മുടി ഒടിച്ചു കളയുന്ന കർമ്മം നടത്താത്ത ബാലനെ നരമേധയാഗം നടത്താൻ പാടില്ല എന്നാണ് വിധി. അതുകൊണ്ട് അവന്റെ മുടിയിറക്കൽ കർമ്മം കഴിഞ്ഞതിന് ശേഷം അവനെ യാഗം അർപ്പിക്കും. ഇത് കേട്ടപ്പോഴേക്കും വരുണന്റെ കൺട്രോൾ പോകും. കാരണം ഓരോ പ്രാവശ്യവും മനുഷ്യരക്തം കുടിക്കാമെന്ന് കരുതിയാണ് കൊതിയോടുകൂടെ പുള്ളി ഓടി വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോ ഉഡായിപ്പിന്റെ ഉസ്താദായ ഹരിശ്ചന്ദ്രൻ ഓരോന്നും പറഞ്ഞ് പുള്ളിനെ പറ്റിക്കുകയാണ്. അപ്പൊ അത് കിട്ടാത്തതിന്റെ, ആ മനുഷ്യരക്തം കിട്ടാത്തതിന്റെ കലിപ്പില് വരുണൻ ഹരിശ്ചന്ദ്രനോട് പറയാണ്, നീ കുറെ നാളായി എന്നെ പറഞ്ഞു പറ്റിക്കുന്നു, ഇനി അടുത്ത വട്ടവും കുഞ്ഞിനെ യാഗം കഴിക്കാതെ എന്നെ പറ്റിക്കാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു കളയൂട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. ഏതായാലും മനുഷ്യരക്തം കുടിക്കാൻ വേണ്ടി നാളുകൾ എണ്ണി കാത്തിരുന്ന വരുണൻ കുഞ്ഞിന്റെ ആദ്യത്തെ ക്ഷൗരകർമ്മം നടക്കുന്ന സമയത്ത് വീണ്ടും ബ്രാഹ്മണ വേഷത്തിൽ കയറി വരും. അത്യന്തം കോപാകുലനായി അഗ്നി പോലെ കത്തിജ്വലിച്ചുകൊണ്ട് രാജാവിനോട് പറയും, കുഞ്ഞിനെ യാഗമർപ്പിക്കൂ എന്ന്. ഹരിശ്ചന്ദ്രൻ ആരാ മോൻ? ഈ വരുണനെയൊക്കെ വിറ്റ കാശ് ഹരിശ്ചന്ദ്രന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. ഉഡായിപ്പിന്റെ ഉസ്താദാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ വീണ്ടും ഉഡായിപ്പ് പുറത്തെടുക്കും. ഇപ്രാവശ്യം നരമേധയാഗം നീട്ടിവെക്കാൻ ഹരിശ്ചന്ദ്രൻ പറയുന്ന ന്യായം എന്താണെന്നറിയാം? അബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ഉപനയനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ശൂദ്രനാണ്. എന്റെ മകന്റെ ഉപനയനം കഴിയാത്തത് കൊണ്ട് അവനിപ്പോൾ ഒരു ശൂദ്ര ശിശുവാണ്. ഉപനയനം കഴിഞ്ഞാലേ അവനെ കൊണ്ട് എന്തെങ്കിലും ക്രിയയ്ക്ക് കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് 11-ാം വയസ്സിൽ അവന്റെ ഉപനയനം കഴിഞ്ഞാൽ ഞാൻ അവനെ യാഗമർപ്പിച്ചു കൊള്ളാം. ഇതാണ് ഇപ്പൊ പറയുന്ന ന്യായം. അപ്പൊ ഏതായാലും ശൂദ്ര ശിശുവിന്റെ രക്തം കുടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കണം വരുണൻ ഇപ്രാവശ്യവും സമ്മതം മൂളും. ശരി, 11 വയസ്സാകുമ്പോ ഞാൻ വരാം, ഉപനയനം കഴിയുന്ന സമയത്ത് വരാമെന്നും പറഞ്ഞിട്ട് വരുണം പോകും. അത് കഴിഞ്ഞ് ഈ ഉപനയന കർമ്മത്തിന്റെ സമയത്ത് വീണ്ടും വരുണം വരും. 11 വയസ്സ്, കുഞ്ഞിന്റെ 11 വയസ്സായി ഉപനയനം ഒക്കെ നടത്തി കഴിഞ്ഞ സമയത്ത് ഇതാ വരികയാണ്. ബ്രാഹ്മണന്റെ വേഷത്തിൽ തന്നെ വന്നിട്ട് പറയാണ്, കുഞ്ഞിനെ യാഗമർപ്പിക്കും. അപ്പൊ ഇപ്രാവശ്യം ഹരിശ്ചന്ദ്രൻ പറയുന്നത് തന്റെ മകന്റെ ഉപനയനം കഴിഞ്ഞ് അവനിപ്പോൾ യജ്ഞപശുവാകാൻ യോഗ്യനായിരിക്കുന്നു എന്നാണ്. പറയുന്നതൊക്കെ കേട്ടാ തോന്നി എന്തോ ഈ മകൻ എൻട്രൻസ് എക്സാം പാസ്സായി MBBS-ന് യോഗ്യത നേടിയിരിക്കുന്നു, സിവിൽ സർവീസിന് യോഗ്യത നേടിയിരിക്കുന്നു എന്നൊക്കെ മാതാപിതാക്കൾ പറയുന്നത് പോലെയാണ് ഹരിശ്ചന്ദ്രൻ പറയുന്നത്, എന്റെ മകനിപ്പോൾ യജ്ഞപശുവാകാൻ യോഗ്യനായിരിക്കുന്നു. ഓരോരോ ആർഷഭാരത കലാചാരങ്ങൾ എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്?
ഏതായാലും തന്റെ മകൻ നരമേധയാഗത്തിന് അർഹനായിരിക്കുന്നു എങ്കിലും ഇപ്പോഴല്ല, ധാരാളം ദക്ഷിണകളോടുകൂടിയ സമാവർത്തന യജ്ഞം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ എന്റെ മകനെ ബലി അർപ്പിച്ചോളാമെന്നാണ് ഹരിശ്ചന്ദ്രൻ പറയുന്നത്. വരുണന്റെ ക്ഷമയൊക്കെ അപ്പോഴേക്ക് അറ്റു തുടങ്ങിയിരുന്നിട്ടാ. കാരണം കുറെ നാളെല്ലാം പറ്റിക്കാൻ തുടങ്ങിയിട്ട് വരുൺ. അപ്പൊ ഹരിശ്ചന്ദ്രനോട് പറയുന്നുണ്ട്, താങ്കൾ കുറെ കാലമായി എന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ പ്രാവശ്യം ഞാൻ പോകുന്നു. സമാവർത്തന യജ്ഞം നടക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കും. അപ്പൊ നിങ്ങൾ യാഗം അർപ്പിച്ചോളെന്നും പറഞ്ഞിട്ടാണ് വരുണൻ പോകുന്നത്. അപ്പൊ ഈ വരുണൻ ഇങ്ങനെ പലവട്ടം വന്നു പോകുന്നത് ഹരിശ്ചന്ദ്രന്റെ മോൻ കാണുന്നുണ്ടല്ലോ. ഒരു ബ്രാഹ്മണൻ ഓരോരോ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു, യാഗം അർപ്പിക്കുന്നു പറയുന്നുണ്ട്. ഇത് ഈ ചെക്കൻ കാണുന്നുണ്ടല്ലോ. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പലരോട് ഇതിനെ കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൻ തന്റെ ജനന വൃത്താന്തമൊക്കെ അറിയുന്നത്. തനിക്ക് തന്റെ പിതാവിന് മക്കളില്ലാതിരുന്നത് കൊണ്ട് ചെന്നിട്ട് ഒരു മോനുണ്ടാവാൻ വേണ്ടി വരുണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ചോദിച്ചു. അപ്പൊ വരുണൻ തിരിച്ചു ചോദിച്ച വരം നരബലിയാണ്, നരമേധയാഗമാണ്. അപ്പൊ തന്റെ പിതാവ് തന്നെ നരബലി നടത്താൻ പോവുകയാണ്. തന്നെയാണ് യാഗപശുവാക്കി നിർത്തിയിട്ട് കൊല്ലാൻ പോകുന്നത്, വധിക്കാൻ പോകുന്നത്. ഈ കാര്യം ഇവരറിഞ്ഞു. ഇതറിഞ്ഞതോടുകൂടി ഈ ജീവനീ കൊതിയുള്ള ഈ പയ്യൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് ഓടിപ്പോകും. അത് സ്വാഭാവികമാണ്, ആരാരും അങ്ങനെ ചെയ്യും. അപ്പൊ ഹരിശ്ചന്ദ്രൻ പടയാളികളെയൊക്കെ വിട്ട് പേരിന് ഒരു അന്വേഷണമൊക്കെ നടത്തും. പക്ഷെ രാജകുമാരനെ കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തിയാലല്ലേ കിട്ടുള്ളൂ. സത്യം പറഞ്ഞ വരുണന്റെ കയ്യിൽ നിന്ന് മകൻ രക്ഷപ്പെട്ടതിൽ സന്തോഷവാനാണ് ഹരിശ്ചന്ദ്രൻ. കാരണം ഇവരെവിടെ ഉണ്ടെന്നുള്ള കാര്യം ഹരിശ്ചന്ദ്രൻ പോയി ഇപ്പൊ ശരിക്കും അന്വേഷിക്കേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ട് അങ്ങനെ കിട്ടും. എന്തുകൊണ്ട് കിട്ടുന്നുള്ള കാര്യം ഞാൻ പുറകെ പറയാം. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് പിടിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ വരുണന് നരബലി അർപ്പിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് അവൻ കാട്ടിൽ തന്നെ കഴിയുന്നതല്ലേ. കൊട്ടാരത്തിൽ കഴിഞ്ഞേക്കാളും നല്ലത് കാട്ടിൽ തന്നെയാണ്, ജീവനോടെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഹരിശ്ചന്ദ്രൻ ഒരു അന്വേഷണ നാടകം മാത്രമേ നടത്തിയിട്ടുണ്ടാവുള്ളൂ. അത്രേ ചെയ്യുള്ളൂ. അത് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഏതായാലും സമാവർത്തനത്തിന്റെ സമയമായപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ വരുണം വരികയാണ്. മനുഷ്യരക്തം കുടിക്കാനുള്ള കൊതി അത്യന്തം വർദ്ധിച്ചതുകൊണ്ട് യാഗം നടത്തൂ എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് വരുണൻ കയറി വരുന്നത് തന്നെ. അന്നേരം ഹരിശ്ചന്ദ്രൻ നല്ല പിള്ള കവിഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്, എന്റെ മോൻ എവിടേക്കോ ഓടിപ്പോയി. സകലയിടത്തും ഞാൻ ആളെ അയച്ച് അന്വേഷിച്ചെങ്കിലും അവന്റെ ഒരു വിവരവും ഇല്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതിന് കുറ്റക്കാരനല്ല, നിരപരാധിയാണ്. അവൻ ഓടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ. ഇത് കേട്ടതോടെ വരുണന് കോപം വന്നു. കോപം വരാതിരിക്കോ? രാജകുമാരന്റെ രക്തം കുടിക്കാമെന്ന് വിചാരിച്ച് വരുണ ഭഗവാൻ സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലമെത്രയായി. ഇതിനെ കൊടുക്കാമെന്ന് പറഞ്ഞ സമയം മുതലേ, അതായത് ഹരിശ്ചന്ദ്രൻ വാക്ക് പറഞ്ഞ ആ സമയം മുതലേ പുള്ളി സ്വപ്നം കാണുന്നതാണ്. ഒരു രാജകുമാരന്റെ രക്തം, മനുഷ്യ ശിശു, ഒരു സാധാരണ ആപ്പൂപ്പ മനുഷ്യനൊന്നുമല്ല, രാജകുമാരന്റെ രക്തം കുടിക്കാം എന്ന് കരുതി കാത്തിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും രക്തം കുടിക്കാമെന്ന് കരുതി വരുമ്പോ അടുത്ത പ്രാവശ്യം അവൻ ബലിയർപ്പിക്കാം, അടുത്ത പ്രാവശ്യം ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞ് ഹരിശ്ചന്ദ്രൻ വരുണനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മനുഷ്യരക്തം കുടിക്കാമെന്നുള്ള തന്റെ മോഹമില്ലാതാക്കിയ ഈ ഹരിശ്ചന്ദ്രനെ വരുണൻ നല്ല ഒന്നാന്തര ശാപം അങ്ങോട്ട് കൊടുത്തു. എന്താണെന്നറിയോ? വീണ്ടും വീണ്ടും എന്നെ വഞ്ചിച്ച അങ്ങ് ജലോദരം എന്ന വ്യാധിയാൽ പീഡിപ്പിക്കപ്പെടട്ടെ. ഈ ശാപവും കൊടുത്ത് വരുണൻ തന്റെ പാട്ടിന് പോയി. ജലോദരം വന്നതോടെ വയറ്റിൽ വെള്ളം കിട്ടി നിന്ന് വയറു വീർത്ത് ഹരിശ്ചന്ദ്രനാകെ കഷ്ടത്തിലുമായി. തന്റെ പിതാവിനെ വരുണൻ ശപിച്ചു രോഗിയാക്കി തീർത്തു എന്ന് കാട്ടിൽ വെച്ച് രാജകുമാരൻ അറിഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാണാതായ മകനെ അന്വേഷിച്ച് ഹരിശ്ചന്ദ്രൻ പടയാളികളെ വിട്ടത് ഒരു നാടകമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്. കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന സ്ഥിതിയിലാണ് രാജകുമാരൻ ഉണ്ടായിരുന്നത്. ആ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും, അധികം ദൂരെയൊന്നുമല്ലാതെ എവിടെയോ അടുത്ത് തന്നെ എവിടെയോ ഈ പുള്ളി ഉണ്ട്. ഈ കൊട്ടാരത്തിലെ ആൾക്കാരുമായിട്ട് അവൻ അപ്പോഴും ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ രാജാവിന് ഇങ്ങനെയുള്ള സ്ഥിതി വന്നു, രോഗം വന്നു എന്ന് ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന, അവന് വേണ്ടുന്ന ആഹാരം കൊണ്ടു കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ കൊട്ടാരത്തിനകത്ത് തന്നെയുണ്ട്. അപ്പൊ ആത്മാർത്ഥമായ ഒരു അന്വേഷണം ഹരിശ്ചന്ദ്രൻ നടത്തിയിരുന്നെങ്കിൽ പണ്ടേ തന്നെ അവനെ കിട്ടിയാനെ. പക്ഷെ അവനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലല്ലോ ഹരിശ്ചന്ദ്രൻ അന്വേഷണം നടത്തുന്നത്. അവൻ കൊട്ടാരത്തിൽ ജീവിക്കേണ്ട, കാട്ടിൽ തന്നെ ജീവിച്ചോട്ടെ, ജീവനോട് ഇരുന്നാ മതി. ഇതാണ് സത്യസന്ധൻ എന്ന് പറഞ്ഞ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ ഇവന്മാര് വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഹരിശ്ചന്ദ്രന്റെ ഉടായിപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഹരിശ്ചന്ദ്രന്റെ ഭൂലോക ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഏതായാലും തന്റെ പിതാവിനെ വരുണൻ ശപിച്ചു രോഗിയാക്കി തീർത്തു എന്നറിഞ്ഞപ്പോ ഹരിശ്ചന്ദ്രന്റെ മകൻ പിതാവിനോടുള്ള സ്നേഹം മൂലം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്.
കാരണം ഒളിച്ചോട്ട നാടകം ചീറ്റിപ്പോയല്ലോ. അച്ഛനും മോനും വിചാരിച്ചത് മോൻ ഓടിപ്പോയെന്ന് അറിഞ്ഞപ്പോ വരണം മിണ്ടാതെ തിരിച്ചു പോകുമെന്നായിരുന്നു. എങ്കിലും ഒരു ശാപം കൊടുത്തിട്ട് പോകുമെന്ന് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഒളിച്ചോട്ട നാടകം തീർച്ചയായും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കുമാരൻ തിരിച്ചു പോകാൻ തുടങ്ങുന്നത്. അപ്പൊ അന്നേരം അതാ ഇന്ദ്രൻ വരുന്നു. ഇന്ദ്രൻ വന്ന് അവനെ തടയുകയാണ്. ഇന്ദ്രൻ എന്താ പറയുന്നത് അറിയാമോ? മോനെ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാത്ത കാര്യങ്ങൾ. നിന്റെ പിതാവ് വേദം പഠിച്ച ബ്രാഹ്മണരെ കൊണ്ട് നിന്നെ ആളിക്കത്തുന്ന തീയിലിടും. സ്വന്തം രോഗം മാറുക എന്നതാണ് നിന്റെ പിതാവിന്റെ ആഗ്രഹം. അതിനുവേണ്ടി നിന്നെ കൊല്ലും. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് രാജകുമാരനെ തടയും. അങ്ങനെ രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് പോകാതെ വീണ്ടും ഒരു കൊല്ലം കൂടി കാട്ടിൽ താമസിക്കും. ആ സമയത്തെല്ലാം കൊട്ടാരത്തിൽ നിന്നുള്ള വർത്തമാനം രാജകുമാരന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജാവിന്റെ രോഗാവസ്ഥ അതികഠിനമാണെന്ന് അറിഞ്ഞപ്പോ രാജകുമാരൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കും. ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് വെച്ച് പോകാൻ തുടങ്ങുമ്പോ ദാ വീണ്ടും ഇന്ദ്രൻ വരുന്നു. ഇന്ദ്രൻ വന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് രാജകുമാരനെ തടയും. ഇത് വായിക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും, ഈ കണാഗുണാധർമ്മക്കാരുടെ ദേവന്മാരിൽ ഒരാൾക്കെങ്കിലും മനസാക്ഷിയും ധാർമ്മിക ബോധവും ഉണ്ടല്ലോ, ഇന്ദ്രനെങ്കിലും അതുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇന്ദ്രൻ നരബലി തടയാൻ നോക്കിയതെന്ന്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നരബലി നടത്തുന്നത് തെറ്റാണെന്നുള്ള ധാർമ്മിക ബോധം ഇന്ദ്രന് ഉള്ളത് കൊണ്ടല്ല ഇന്ദ്രൻ രാജകുമാരനെ തടയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇന്ദ്രന്റെ പേടി വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ദ്രനെ പോലെ അരക്ഷിതനായ ഒരു ദൈവസങ്കല്പം ലോകത്ത് വേറെയില്ല. ഇന്ദ്രന്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹരിശ്ചന്ദ്രന്റെ പിതാവുണ്ട് ത്രിശങ്കു. ഈ ത്രിശങ്കു രാജാവ് പണ്ടൊരു മഹായജ്ഞം കഴിച്ച് ഉടലോടെ സ്വർഗത്തിൽ കയറാൻ നോക്കിയ പുള്ളിയാണ്. അത് വിശ്വാമിത്രനാണ് ആ യാഗം കഴിക്കുന്നത്. വിശ്വാമിത്രൻ തന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഈ പുള്ളിയെ നേരെ ഉടലോടെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടും. അപ്പൊ അന്ന് സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിയ ത്രിശങ്കുവിനെ ഇന്ദ്രനും കൂട്ടരും ചേർന്നാണ് താഴോട്ട് തള്ളിയിട്ടത്. ആ മഹായജ്ഞം നടത്തിയ വിശ്വാമിത്രനുണ്ടല്ലോ, ആ പുള്ളി ദേവന്മാരെക്കാളും വലിയ ശക്തനായതുകൊണ്ട്, ദേവന്മാരെക്കാളും വലിയ പുള്ളി ആയതുകൊണ്ട് താഴോട്ട് വന്ന ത്രിശങ്കുവിനെ ആകാശത്ത് തന്നെ തടഞ്ഞു നിർത്തി. നിക്കണം അവിടെ എന്ന് പറഞ്ഞു. അവിടെ നിന്നു. എന്നിട്ട് അവിടെ പുതിയൊരു നക്ഷത്രമണ്ഡലം ഉണ്ടാക്കി. ത്രിശങ്കുവിന് ചുറ്റും ഒരു പുതിയ നക്ഷത്രമണ്ഡലം. അടുത്തപടിയായി അതിലൊരു ഇന്ദ്രനെയും മറ്റു ദേവിദേവന്മാരെയും സൃഷ്ടിച്ച് വേറൊരു സ്വർഗം തന്നെ അവിടെ ഉണ്ടാക്കാനാണ് വിശ്വാമിത്രന്റെ ശ്രമം എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇന്ദ്രനും മറ്റു ദേവിദേവന്മാരും വിശ്വാമിത്രന്റെ മുമ്പിൽ സുല്ലിട്ടു. അവർ വന്ന് വിശ്വാമിത്രന്റെ മുമ്പിൽ നാടുകാട് അപേക്ഷിക്കും. അപ്പൊ വിശ്വാമിത്രൻ പറയും, ശരി, ഇപ്പൊ ഞാൻ സൃഷ്ടിച്ച നക്ഷത്രമണ്ഡലത്തിൽ സ്വർഗത്തിലെന്ന പോലെ ത്രിശങ്കു എക്കാലവും വാഴട്ടെ. അതായത് വേറെ ഇന്ദ്രനെയോ ദേവിദേവന്മാരെയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ആ ഇത് മതി നക്ഷത്രമണ്ഡലം. അതിനകത്ത് വേറെ ഞാൻ എക്സ്ട്രാ ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ അതിനെ ഒരെതിരും പറയാൻ പാടില്ല. ദേവന്മാരത് സമ്മതിക്കുകയും ചെയ്തു. അവർക്ക് സന്തോഷമായി. കാരണം വേറൊരു സ്വർഗവും വേറെ ഇന്ദ്രനും അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. സന്തോഷമായി. അപ്പൊ അതാണ് പിന്നെ ത്രിശങ്കു സ്വർഗം. നമ്മൾ ഇടയ്ക്കൊക്കെ ഭാഷയിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്ത് ഒറിജിനൽ സ്വർഗത്തിൽ എത്തിയിട്ടുമില്ല. ഇടയിലുള്ള ആ ഇതാണ്, അതിനെയാണ് ത്രിശങ്കു സ്വർഗം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ത്രിശങ്കുവിന്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. സ്വന്തം മകനെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഒരു മഹായാഗം ഇന്ദ്രൻ നടത്തുമ്പോ അത് തന്റെ ഇന്ദ്രപദവിക്ക് കോട്ടം തട്ടുമോ എന്നുള്ളതാണ് ഇന്ദ്രന്റെ ഭയം. ആ ഭയത്തിലാണ് ഇന്ദ്രൻ രാജകുമാരനെ തടയുന്നത്. അല്ലാതെ നരബലി തെറ്റാണെന്നുള്ള ധാർമ്മിക ബോധത്തിന്റെ പുറത്തല്ല. സാന്ദർഭികമായി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്ന് വരാം, ഇന്ദ്രനൊക്കെ ധാർമ്മിക ബോധം ഉണ്ട് എന്ന്. ആ തെറ്റിദ്ധാരണ വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. രാജകൊട്ടാരത്തിൽ ഹരിശ്ചന്ദ്രന്റെ അവസ്ഥ നാൾക്കുനാൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. രോഗപീഠയാൽ വലഞ്ഞ രാജാവ് തന്റെ പുരോഹിതനായ വസിഷ്ഠനോട് രോഗം മാറാനുള്ള പ്രതിവിധി എന്താണെന്ന് അന്വേഷിക്കുകയാണ്. വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധി എന്താണെന്ന് അറിയാമോ? വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞില്ലേ, എന്തോന്നു കഴിഞ്ഞാലും കാളന്നല്ലായി. അതുപോലെ ആർഷഭാരത സംസ്കാരത്തിലുണ്ടായിരുന്ന പ്രതിവിധി, എന്തിനും ഏതിനും പ്രതിവിധി നരബലി. മറ്റൊന്നുമല്ല, നരബലി തന്നെയാണ് രോഗവിമുക്തിക്കുള്ള പ്രതിവിധിയായി വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. കണാഗുണാധർമ്മത്തില് പുത്രന്മാർ 10 വിധത്തിലുണ്ടത്രേ. അതിലൊരു വിധമാണ് പണം കൊടുത്ത് വാങ്ങി പുത്രനാക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഏതെങ്കിലും ഒരു ബ്രാഹ്മണകുമാരനെ കാശ് കൊടുത്ത് വാങ്ങണം. അത്യാഗ്രഹിയായ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ കാശ് കിട്ടുമെന്ന് കണ്ടാൽ തന്റെ പുത്രനെ വിറ്റോളുമെന്നാണ് വസിഷ്ഠൻ രാജാവിനെ ഉപദേശിക്കുന്നത്. അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങുന്ന പുത്രനെ വരുണന് ബലി നൽകിയാൽ മതി, അസുഖം മാറിക്കോളും അത്രേ. തള്ളയ്ക്ക് വരുന്ന തല്ല് പിള്ളയെ കൊണ്ട് തടുക്കുക എന്ന് വെറുതെ അല്ല ഇവിടെയുള്ള കാർന്നോന്മാര് പഴഞ്ചൊല്ലുണ്ടാക്കിയത്. ഇമാതിരി സംഭവങ്ങൾ കണ്ടിട്ടാണ്. അച്ഛൻ അസുഖം വന്നാൽ അത് മാറാൻ മകനെ പിടിച്ച് നരബലി നടത്തുക. ഇനി സ്വന്തം മകൻ അതിന് തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ആരാന്റെയും മകനെ വില കൊടുത്ത് വാങ്ങി സ്വന്തം മകനാക്കി അവനെ പിടിച്ച് കുരുതി കൊടുക്കുക. എന്തോന്നാണ് ഈ കണാഗുണാധർമ്മക്കാരായത്?
ഇതെന്തോന്നാണ് ഇത്? മക്കളില്ലെങ്കിൽ മക്കളുണ്ടാകാൻ നരബലി, അസുഖം വന്നാൽ അത് മാറാൻ നരബലി, യാഗപശു ഇല്ലെങ്കിൽ യാഗപശുവിന് പകരം നരബലി, നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഇല്ലെങ്കിൽ അതുണ്ടാകാൻ നരബലി. ആർഷ സംസ്കാരത്തിൽ എന്തിനും ഏതിനും ഒറ്റമൂലി നരബലിയായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ചാനലിൽ ഇരുന്നുകൊണ്ട് ഞാനിത് പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ അകത്ത് ഞങ്ങൾ ഒരു കാര്യവും വെറുതെ പറയുകയില്ല. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രം, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിത് പറയുകയുള്ളൂ. പ്രമാണത്തിൽ ഇത് സംസാരിക്കുകയാണെങ്കിൽ പ്രമാണത്തിൽ അതിനുള്ള തെളിവുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ, പ്രമാണത്തിലല്ലാത്ത ബാക്കി കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് നടക്കുന്നതായ എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ അത് പ്രമാണത്തിലല്ല, ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം കിട്ടണം. അതിന് 1+1=2 എന്ന് നമ്മൾ കൂട്ടുന്നത് പോലെ തന്നെ കണക്ക് കൂട്ടിയിട്ട് നമുക്കൊരു ബോധ്യം കിട്ടുമ്പോൾ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വെറുതെ അങ്ങനെ വെറുമ്പാക്ക് പറയുന്നവരല്ല ഞങ്ങൾ. അപ്പൊ ഇമാതിരി വൃത്തികെട്ട സംസ്കാരത്തിനെയാണ് ഇവന്മാരൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. നാണമില്ലേ കണാവുണ ധർമ്മക്കാരൻ നിനക്ക് ഇല്ലേ? അയ്യേ, എന്തിനേതിനും നരബലിയായിട്ട് നടത്തുന്ന കഷ്ടം. ഇനി വസിഷ്ഠൻ ഇങ്ങനെ ഉപദേശം കൊടുത്തു കഴിഞ്ഞപ്പോ രാജാവ് നരബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പുത്രനെ വില കൊടുത്തു വാങ്ങാൻ മന്ത്രിമാരെ അയക്കുകയാണ്. ഇവിടെ രാജാവ് പറയുന്നില്ല, ഹരിശ്ചന്ദ്രൻ പറയുന്നില്ല. വലിയ സംഭവമാണ് ഹരിശ്ചന്ദ്രൻ, വലിയ ഉമ്മാരുടെ ഇടയിൽ വലിയ ആളാണല്ലോ. പുള്ളി പറയുന്നില്ല കേട്ടോ, അത് ശരിയല്ല, പ്രജകളൊക്കെ എനിക്ക് എന്റെ മക്കളെ പോലെയാണ്, എല്ലാ പ്രജകളും എന്റെ മക്കളാണ്, അതുകൊണ്ട് അവരാരെയെങ്കിലും കാശ് കൊടുത്ത് വാങ്ങി ബലിയർപ്പിക്കാന്ന് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. എന്റെ അസുഖം മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അസുഖത്തോട് തന്നെ മരിച്ചു നോക്കാം, എന്നാലും നരബലിയെ നടത്തില്ല എന്നല്ല ഹരിശ്ചന്ദ്രൻ പറയുന്നത്. ഹരിശ്ചന്ദ്രൻ നേരെ കാശ് കൊടുത്തിട്ട് ആളെ വാങ്ങാൻ വേണ്ടിയിട്ട് മന്ത്രിമാരെ അയക്കുകയാണ്. അങ്ങനെ 3 ആൺമക്കളുള്ള അജീകൃത്തൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ മന്ത്രി കണ്ടെത്തുന്നു. അപ്പം ദരിദ്രനായ അജീകൃത്തനോട് മന്ത്രി പറയുകയാണ്, ഞാൻ നിനക്ക് 100 പശുക്കളെ തരാം, യാഗമർപ്പിക്കാൻ വേണ്ടി നിന്റെ ഒരു പുത്രനെ തരണം എന്ന്. അജീകൃത്തന് 3 മക്കളുണ്ട്. നമുക്കറിയാം 3 അല്ല 30 മക്കളുണ്ടെങ്കിലും 100 അല്ല 100 കോടി പശുക്കളെ തരാമെന്ന് പറഞ്ഞാലും നമ്മളാരും നമ്മുടെ മക്കളെ നരബലി അർപ്പിക്കാൻ കൊടുക്കുകയില്ലെങ്കിലും ആർഷഭാരത സംസ്കാരത്തിൽ ആഭാസത്തിൽ സംഗതി അങ്ങനെയായിരുന്നില്ല. ആഭാസത്തിൽ 100 പശുക്കളെ കിട്ടുമെങ്കിൽ സ്വന്തം മകനെ കുരുതിക്കളത്തിലേക്ക് പറഞ്ഞയക്കാൻ തയ്യാറുള്ളവരായിരുന്നു ബ്രാഹ്മണർ. അതുകൊണ്ട് അജീകൃതൻ ആലോചിക്കുകയാണ്, ഏത് മകനെയാണ് നരബലിക്ക് വേണ്ടി വിൽക്കേണ്ടത്? മൂത്ത മകനെ കൊടുക്കാൻ അജീകൃതന് മനസ്സില്ല, ഇളയ മകനെ കൊടുക്കാൻ അവന്റെ അമ്മയ്ക്കും താല്പര്യമില്ല. അതുകൊണ്ട് മധ്യമനായ ശുനശേഫനെ 100 പശുക്കളെ വില വാങ്ങി അജീകൃതൻ വിൽക്കുകയാണ്. 100 പശുക്കളെ വാങ്ങിയിട്ട് വിൽക്കുകയാണ്. വാങ്ങിയ പാടെ ഹരിശ്ചന്ദ്രൻ അവനെ കൊണ്ടുവന്ന് നരഭേദത്തിലെ യാഗപശുവാക്കി രൂപത്തിൽ ബന്ധിച്ചു നിർത്തി. എന്നിട്ട് നരഭേദത്തിൽ കൊല്ലാൻ നിയോഗിക്കപ്പെട്ടവനെ വിളിച്ച്, ആരാചാരം ഉണ്ടാവുമല്ലോ, ആ പുള്ളിനെ വിളിച്ചിട്ട് യാഗപശുവായ ശുനശേഫന്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞു. പക്ഷെ അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. ദീനനായി വിലപിക്കുന്ന ഈ ബ്രാഹ്മണകുമാരനെ പണം കിട്ടുമെന്ന് കരുതി കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്നവൻ പറഞ്ഞുകൊണ്ട് പിന്മാറുകയാണ്. മനസാക്ഷിയുള്ള ആരും അങ്ങനെയേ ചെയ്യുകയുള്ളൂ. നിസ്സഹായനായ ഒരു ചെറിയ കുട്ടിയെ കുറ്റിയിൽ കെട്ടിയിട്ടിട്ട് അവന്റെ കഴുത്ത് വെട്ടാൻ കഴിയുന്ന ആരാച്ചാർ ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ടോ എന്നങ്ങോട്ട് തറപ്പിച്ച് ചോദിച്ചാലേ അന്റെ ആർഷഭാരത സംസ്കാരത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ആരാച്ചാർ പിന്മാറിയപ്പോ മറ്റൊരാള് ശുനശേഫനെ കൊല്ലാൻ തയ്യാറായി രംഗത്ത് വന്നിരുന്നു. അത് മറ്റാരുമല്ല, ശുനശേഫന്റെ പിതാവായ അജീകൃതൻ തന്നെയായിരുന്നു. സ്വന്തം മകനെ കൊല്ലാമെന്നും പറഞ്ഞു വരികയാണ്. സ്വന്തം മകനെ വിൽക്കുക മാത്രമല്ല, അവനെ ബലിയർപ്പിക്കുന്നതും കാണാൻ വന്നിരിക്കുകയാണ് അജീകൃതൻ. സത്യം പറഞ്ഞ ഈ ബലിയർപ്പിക്കുന്നത് യാഗം കാണാനല്ല, നരവേദയാഗം കാണാൻ വേണ്ടിയല്ല അവൻ വന്നിരിക്കുന്നത്. കാരണം അവനറിയാം ഈ കുഞ്ഞിനെ, ഓമനത്വമുള്ള ഈ ബാലനെ കൊല്ലാൻ ഒരാരാച്ചാരും തയ്യാറാവില്ല. ആരും ചെയ്യില്ല. ഇവന്റെ കഴുത്തിന് നേരെ ആരും വാളുയർത്തുകയില്ല. അങ്ങനെ വന്നാൽ യാഗം മുടങ്ങും. യാഗം മുടങ്ങാതിരിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ ആരെങ്കിലും കൊല്ലാൻ തയ്യാറായാൽ അവന് രാജാവ് ചോദിക്കുന്നത് എന്തും കൊടുക്കും. അങ്ങനെ സ്വന്തം മകനെ കൊന്ന് രാജാവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം വാങ്ങാൻ തയ്യാറായിട്ടാണ് അജീകൃതൻ യാഗപന്തലിൽ എത്തിയിരിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തിന്റെ മാഹാത്മ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നരവേദത്തിൽ മനുഷ്യരെ കൊന്നിരുന്നില്ല എന്ന വ്യാഖ്യാനവുമായി വരുന്ന വൈറ്റ് വാഷിംഗ് തൊഴിലാളികൾക്ക് ഉത്തരം മുട്ടുന്നത് ഇവിടെയാണ്. അവർ കഷ്ടപ്പെട്ട് വെള്ള പെയിന്റ് അടിച്ചതൊക്കെ അങ്ങനെ അടർന്നു പോകുന്നത് ഇവിടെയാണ്. കാരണം നരഭേദത്തിൽ മനുഷ്യരുടെ കഴുത്ത് വെട്ടി കുരുതി കഴിച്ചിരുന്നു എന്ന് ഈ ഭാഗം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായി തന്നെ. അപ്പൊ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ ആരും തയ്യാറാകാതിരുന്നപ്പോ അജീകൃത ഹരിശ്ചന്ദ്രനോട് പറയുകയാണ്, രാജാവേ അങ്ങ് വിഷമിക്കാതിരിക്കൂ,
ഞാൻ യജ്ഞപശുവിനെ കൊന്നുതരാം, എനിക്ക് 2 ഇരട്ടി പ്രതിഫലം തരണമെന്ന് മാത്രം. യജ്ഞപശു എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം മകനാണ്. അവനെ ഞാൻ കൊന്നുതരാം, എനിക്ക് 2 ഇരട്ടി പ്രതിഫലം വേണം. അത് കേട്ടത് ഹരിശ്ചന്ദ്രന് സന്തോഷമായി. ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഇപ്പൊ തന്നെ ഞാൻ 1-ാം തരം 100 പശുക്കളെ തരാം. അത് കേട്ടപ്പോ അജീകീർത്തനും വളരെ സന്തോഷമായി. ഈ 2 ഇരട്ടി എന്ന് പറയുന്നത് ഈ കൊല്ലുന്ന ആൾക്ക് ആരാച്ചാർക്ക് കിട്ടേണ്ടിയിരുന്നത് 50 പശുക്കളെയാണ്. 1-ാം തരം പശുക്കൾ 50 എണ്ണത്തിന് കിട്ടേണ്ടതാണ്. അത് 2 ഇരട്ടി എന്ന് പറഞ്ഞപ്പോ 100 പശുക്കളായിട്ട് അജീകൃതത്തിന് കിട്ടാൻ പോകണം. അപ്പൊ അതുകൊണ്ട് അജീകൃതത്തിന് വളരെ സന്തോഷം. കാരണം എന്താണ്, സ്വന്തം മകനെ വിറ്റ വകയിൽ 100 പശുക്കളെ കിട്ടി. ഇപ്പോഴിത് അവനെ കൊല്ലുന്നതിന് വേറെയും 100 പശുക്കൾ. കേരള സർക്കാരിന്റെ ഓണം ബമ്പർ 1-ാം സമ്മാനം അടിച്ചത് ആൾക്കുള്ളതിനേക്കാളും വലിയ സന്തോഷമായി അജീകൃതത്തിന്. അവൻ ഉടനെ തന്നെ സ്വന്തം മകനെ കൊല്ലാൻ കഴിഞ്ഞു. അപ്പോഴാണ് അടുത്ത കോമഡി. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അജീകൃതനെ പ്രാകാനും ചീത്ത വിളിക്കാനും തുടങ്ങി. ആരാണ് ഈ ചീത്ത വിളിക്കുന്ന കൂട്ടരെന്ന് മനസ്സിലായോ? സദസ്യരാണ്, അവിടെ വന്നിരിക്കുന്ന ആളുകളാണ്, സദസ്സിലുണ്ടായിരുന്നവരാണ്. ആരൊക്കെയാണ്? അതിൽ കുറെ പേര് നരബലി കാണാൻ വേണ്ടി വന്നവരാണ്. അതായത് രാജാവ് കാശ് കൊടുത്തൊരു പുത്രനെ വാങ്ങിയിട്ടുണ്ട്, അവനെ ബലി കൊടുക്കുകയാണെന്നറിഞ്ഞ് ആ കുഞ്ഞ് കഴുത്തറ്റ് പിടയുന്ന ആ കുഞ്ഞിന്റെ അന്ത്യനിമിഷങ്ങൾ കണ്ട് ആനന്ദമടയാൻ വന്ന സാഡിസ്റ്റുകളാണ് അവര്. ഒരു കൂട്ടരതാണ്. ഇനി അടുത്ത ബാക്കിയുള്ളവരാരാണ്? നരബലി നടത്താൻ വന്ന പുരോഹിത ബ്രാഹ്മണര്. രാജാവ് പണം കൊടുത്തു വാങ്ങിയ ബ്രാഹ്മണ കുമാരനെ നരബലി നടത്തിയാൽ രാജാവ് പ്രതിഫലവും ദക്ഷിണയും തരുമെന്ന് അറിഞ്ഞു വന്നവര്. ഈ 2 കൂട്ടരുമാണ് നരബലി നടത്താൻ ഒരുങ്ങുന്ന അജീകൃതനെ ചീത്ത വിളിക്കുന്നത്. ഇവന്മാർക്ക് ഇത് കുഴപ്പമൊന്നുമില്ല, ഇവരിത് കാണാൻ വേണ്ടി വന്നവരാണ്, ഇത് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അജീകൃതൻ അത് ചെയ്തിട്ട് 100 പശുക്കൾ അജീകൃതൻ ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ഇവര് ചീത്ത വിളിക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് പറയുന്നത് അറിയുമോ? ബ്രാഹ്മണാകൃതി പൂണ്ട ചണ്ടാലനാണ് അജീകൃതൻ എന്നൊക്കെയാ പറയുന്നത്. ബ്രാഹ്മണാകൃതി പൂണ്ട ചണ്ടാലൻ. അതായത് ഒരു ബ്രാഹ്മണൻ ഇത് ചെയ്യാൻ കഴിയില്ല, ബ്രാഹ്മണനായിരിക്കുന്നതിന് ചെയ്യാൻ പറ്റില്ല, ചണ്ടാലനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നീ ബ്രാഹ്മണനല്ല, നീ ബ്രാഹ്മണന്റെ വേഷത്തിലുള്ള ഒരു ചണ്ടാലനാണെന്നൊക്കെ പറയാണ്. ഒരു ചണ്ടാലനും പണത്തിന് വേണ്ടിയോ പശുവിന് വേണ്ടിയോ സ്വന്തം മക്കളെ നരബലിക്ക് വേണ്ടി വിറ്റിട്ടില്ല. ചരിത്രത്തിൽ ഒരിടത്തുമില്ല. പശുക്കളെ കിട്ടുമെന്നറിഞ്ഞപ്പോൾ രാജാവിന് വേണ്ടി സ്വന്തം പുത്രനെ നരബലി നടത്താൻ അവരാരും തയ്യാറായിട്ടുമില്ല. അവർ സ്വന്തം മക്കളെ വിറ്റിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി വിറ്റിട്ടില്ല. പട്ടിണിയും പരിവട്ടം വന്ന സമയത്തൊക്കെ വിറ്റിട്ടുണ്ട്. അത് അന്ന് മാത്രമല്ല, നമ്മളൊരു 100, 120, 130 കൊല്ലം മുമ്പുള്ള ചരിത്രം വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. ദളിത് വിഭാഗങ്ങളിൽ പെട്ടവരൊക്കെ സ്വന്തം മക്കളെയൊക്കെ വിറ്റതിന്റെ ഇതൊക്കെ കാണും. പട്ടിണിയുടെ ക്ഷാമകാലം വരുമ്പോ ക്ഷാമകാലത്ത് ഭക്ഷണമൊന്നും കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തുപോകണ്ട എന്ന് വെച്ചിട്ട് അടിമയായിട്ടെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്നൊക്കെ വെച്ച് വിറ്റിട്ടുണ്ട്. പക്ഷെ നരബലിക്ക് വേണ്ടിയിട്ട് ഒരു ചണ്ടാലിനും വിറ്റിട്ടില്ല. അതുപോലെ നരബലി അർപ്പിക്കാൻ അവിടെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ പകരം ആരാച്ചാരുടെ റോൾ എടുത്തുകൊണ്ട് സ്വന്തം മക്കളെ കൊല്ലാനും ഒരു ചണ്ടാലിനും തയ്യാറായിട്ടില്ല. ഇവരന്മാരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ അറിയാം, അത് ചെയ്തിട്ടുള്ളത് എപ്പോഴും ബ്രാഹ്മണര് മാത്രമാണ്. ബ്രാഹ്മണര് മാത്രം. എന്നിട്ടും കുറ്റം മുഴുവൻ ചണ്ടാലിന്റെ തലയിലാണ് ഇവരിടുന്നത്. നീ ബ്രാഹ്മണാകൃതി പൂണ്ട ചണ്ടാലനാണെന്ന്. ഏതായാലും ഇവരെല്ലാം ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശ്വാമിത്ര മഹർഷി അവിടെ കടന്നു വരുന്നത്. വിശ്വാമിത്ര മഹർഷി വന്നിട്ട് പറയും, ഹരിശ്ചന്ദ്രന്റെ അടുത്തുകൊണ്ട് പറയുകയാണ്, ഈ പാവം പയ്യനെ അവിടുന്ന് വിട്ടയക്കണം. അവനെ വിട്ടയച്ചാൽ അങ്ങേക്ക് സൗഖ്യം വരും. മുനിശാപത്താൽ ചണ്ടാലത്വം പ്രാപിച്ച അങ്ങയുടെ പിതാവിനെ ഞാനാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് അയച്ചത്. അത് ഓർത്തെങ്കിലും അങ്ങിവനെ വെറുതെ വിടണം എന്നൊക്കെ പറയുകയാണ്. ഹരിശ്ചന്ദ്രന് അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? സാധാരണ ആളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ദേവന്മാരെക്കാൾ ശക്തിയുള്ള ആളാണ് വിശ്വാമിത്രൻ. തന്റെ പിതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട ആളാണ് ഈ വിശ്വാമിത്രൻ. ഇന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു സ്വർഗം പണിത് അവിടെ മറ്റൊരു ദേവേന്ദ്രനെയും വേറെ ദേവിദേവന്മാരെയും സൃഷ്ടിക്കാൻ ഒരുങ്ങിയ ആളാണ്. ദേവന്മാരെ വരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് ഈ വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രനാ പറയുന്നത്, ബ്രാഹ്മണ ഭാരനെ നരമേധയാഗം കഴിക്കാതെ അഴിച്ചുവിട്ടാൽ ഹരിശ്ചന്ദ്രന്റെ അസുഖമെല്ലാം ഭേദമാകുമെന്ന്. മനുഷ്യത്വത്തിന്റെ ഒരു തരിയെങ്കിലും അവശേഷിച്ചിട്ടുള്ള ആളായിരുന്നു ഈ ഹരിശ്ചന്ദ്രനെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് കേട്ടപടി നരമേധയാഗം ക്യാൻസൽ ചെയ്യും. ആ യൂപത്തിൽ നിന്ന് ഈ പയ്യനെ അഴിച്ചുവിടും. എന്നിട്ട് വിശ്വാമിത്രനോട് പറയും, താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു, എന്റെ അസുഖം ഒന്നുകിൽ ഭേദമാകും, ഇയാൾ പറഞ്ഞതനുസരിച്ച് ഒന്നുകിൽ ഭേദമാണ്. ഇനിയിപ്പോ ഭേദമായില്ലെങ്കിൽ വിശ്വാമിത്രനോട് പറയും, താങ്കൾ എന്റെ അസുഖം ഭേദമാക്കി തരണം, താങ്കൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ എന്റെ അസുഖം ഭേദമാക്കൂ. ഇതാ പറയേണ്ടത്. കാരണം ഒരു മനുഷ്യ ജീവൻ പോകാതെ തന്നെ അസുഖം ഭേദമാക്കാനുള്ള ഒരു അവസരമാണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഹരിശ്ചന്ദ്രൻ അതല്ല പറയുന്നത്. ഹരിശ്ചന്ദ്രൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ജലോദരം എന്ന രോഗം എനിക്കുണ്ട്,
അതെന്നെ വളരെ ക്ലേശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ ഞാൻ മോചിപ്പിക്കുന്ന പ്രശ്നമേയില്ല. ഇതാണ് ഹരിശ്ചന്ദ്രൻ പറയുന്നത്. മനസ്സിനകത്ത് മനുഷ്യത്വത്തിന്റെ തരി പോലുമില്ലാത്ത ഈ ഹരിശ്ചന്ദ്രനെയാണ് കണാഗുണാധർമ്മക്കാരെന്തോ വലിയ സംഭവമായി പൊക്കിക്കൊണ്ട് നടക്കാറുള്ളത്. സ്വന്തം രോഗസൗഖ്യത്തിന് വേണ്ടി തന്റെ പ്രജകളിൽ ഒരുവനെ വിലയ്ക്ക് വാങ്ങി അവനെ കഴുത്തറുത്ത് നരബലി നടത്താൻ തയ്യാറായ ഹരിശ്ചന്ദ്രൻ ഇവരുടെ സംസ്കാരത്തിൽ നല്ലവനും മാന്യനുമാണെങ്കിൽ, അത്രയ്ക്കൊന്നും നല്ലവനും മാന്യനുമല്ലാത്ത മറ്റുള്ള ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്താൽ മതി. ഈ കണാഗുണധർമ്മത്തിലെ ഹരിശ്ചന്ദ്രനൊക്കെ ഇവരെ കണ്ണിൽ വലിയ മാന്യനും മഹാസംഭവമാണെങ്കിലും ബാക്കിയുള്ള ഹരിശ്ചന്ദ്രനെ പോലെയൊന്നും അല്ലാത്ത അത്രയും ഇതില്ലാത്ത ടീമുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പുരാണങ്ങളിൽ മാത്രമല്ല കേട്ടോ, ബ്രാഹ്മണങ്ങളിലും ഉണ്ട് നരബലി. ഉദാഹരണത്തിന് ശതപഥ ബ്രാഹ്മണം എടുക്കാം. ശതപഥ ബ്രാഹ്മണം 1-ാം കാണ്ഡം 2-ാം അധ്യായം 3-ാമത്തെ ബ്രാഹ്മണം 6-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ദൈവങ്ങൾ നരബലി നടത്തിയ കാര്യമാണ്. ഇതുവരെ നമ്മൾ കണ്ടത് മുഴുവൻ മനുഷ്യന്മാർ നടത്തിയതാണ്. ദൈവങ്ങൾ നരബലി നടത്തിയാണ്. എന്താണ്? ഒരു മനുഷ്യനെ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ദേവന്മാർ ഒരു മനുഷ്യനെ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ യാഗത്തിന്റെ സത്ത്, അതായത് അതിന്റെ എസൻസ് അവനെ വിട്ടുപോയി, ആ ശരീരത്തിൽ നിന്ന് പോയി. അതെന്ത് ചെയ്യാണ്? നേരെ പോയി ഒരു കുതിരയിൽ കയറും. അപ്പൊ ദേവന്മാർ അപ്പൊ തന്നെ എന്ത് ചെയ്ത ആ കുതിരനെ പിടിച്ചങ്ങോട്ട് ബലിയർപ്പിക്കുക, അശ്വമേധയാകും, അതിനെ അർപ്പിച്ചു, ബലിയർപ്പിച്ചു. അപ്പൊ അതിനെ ബലിയർപ്പിച്ചപ്പോൾ ഉടനെ തന്നെ യാഗത്തിന്റെ എസൻസ് കുതിരനെ വിട്ടുപോയി, അതൊരു കാളയിൽ പ്രവേശിച്ചു. ദേവന്മാർ ഉടനെ കാളയെ ബലിയർപ്പിച്ചു. ആ കാളയിൽ നിന്ന് ഉടനെ തന്നെ അതിന്റെ സത്ത് വിട്ടുപോയി, അതൊരു ആടി കയറി ആടിനെ ബലിയർപ്പിച്ചു. ഇങ്ങനെ പല ജീവികളിലും ഇത് പ്രവേശിക്കുന്നു. ഈ ജീവികളൊക്കെ ദേവന്മാര് ബലിയർപ്പിച്ചതായിട്ട് നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പൊ ആ ബലിയർപ്പണങ്ങളിൽ 1-ാമത്തേത് പറയുന്നത് നരബലിയായിരുന്നു. ദേവന്മാർ നരബലി അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി ശതപഥ ബ്രാഹ്മണം 6-ാമത്തെ കാണ്ഡം 2-ാമത്തെ അധ്യായം 1-ാമത്തെ ബ്രാഹ്മണം 18-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഈ നരബലി കഴിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നരബലി നടത്തിയതിനെ അത് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ശതപഥ ബ്രാഹ്മണം 7-ാം കാണ്ഡം 5-ാം അധ്യായം 2-ാം ബ്രാഹ്മണം 13-14 ശ്ലോകങ്ങളിൽ നരബലിയുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നരബലി അർപ്പിച്ചതിന് ശേഷം അറുത്തെടുത്ത മനുഷ്യന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്നതും അങ്ങനെ അറുത്തെടുത്ത തലകളെല്ലാം ഒരു തീച്ചട്ടിയിലേക്ക് ഇടുന്നതുമൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. ഇനിയും കൊണ്ടിട്ട് നരബലിയുടെ വർണ്ണനകൾ ഇഷ്ടം പോലെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ യജുർവേദത്തിലും അഗ്നിപുരാണത്തിലും വാമനപുരാണത്തിലും എല്ലാം നരബലിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഇതൊരു തെറ്റാണ്, പാപമാണ്, ചെയ്യരുതെന്നല്ല. ഇതൊക്കെ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. ഇനി നരബലി മാത്രമല്ല കേട്ടോ, നരഭോജനം ഉണ്ടല്ലോ, നരഭോജനം, മനുഷ്യമാംസം തിന്നുന്നത്, ഇതും ആർഷഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. നരഭോജനം മഹാഭാരതം ആദിപർവവും സംഭവപർവവും ദക്ഷന്റെ വംശപരമ്പര എന്ന ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. ജനമേജയ മഹാരാജാവിനോട് വൈശാമ്പായനൻ മഹാഭാരത കഥ വിസ്തരിച്ചു പറയുമ്പോൾ ഓരോരുത്തരുടെ ജനന വൃത്താന്തം പറയുന്നുണ്ട്. അതിൽ അധർമ്മന്റെ ജനനത്തെ കുറിച്ച് വിവരിക്കുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. പണ്ട് പ്രജകൾ ഭക്ഷണത്തിലുള്ള ആശയോടെ തമ്മിൽ പിടിച്ചു തിന്നിരുന്ന കാലത്ത് സുരയിൽ നിന്ന് അധർമ്മൻ ജന്മമെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർഷഭാരതത്തിലുള്ള ആളുകൾ പശുവിനെ മാത്രമല്ല മനുഷ്യനെയും തിന്നിരുന്നു. മനുഷ്യനെയും നരഭോജികളായിരുന്നു അവർ. നരഭോജികൾ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരുടെയും ചിന്ത ആദ്യം പോകുന്ന ആഫ്രിക്കയിലേക്കാണ്. പിന്നെ ഈ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ചില ട്രൈബ്സ്, അതുപോലെ അമേരിക്കയിലുള്ള റെഡ് ഇന്ത്യൻസിലെ ചില ട്രൈബ്സ്, അങ്ങനെയൊക്കെയുള്ള അത്തരം ട്രൈബുകളിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ അൻഡമാനിലുള്ള അപൂർവം, ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ അൻഡമാനിലെ ചില ട്രൈബുകളിലേക്കൊക്കെ പോയെന്ന് വരാം. പക്ഷേ അതൊന്നുമല്ല, മൊത്തം ഈ ആർഷഭാരതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ മാത്രമല്ല, ആർഷഭാരതത്തിൽ ജനങ്ങള് നരഭോജികളായിരുന്നു. അവര് മനുഷ്യമാംസം തിന്നിരുന്നു. ഇനി ആർഷഭാരതത്തിൽ മാത്രമല്ല കേട്ടോ, ആധുനിക ഭാരതത്തിലും ഈ കൂട്ടരുണ്ട്. ആധുനിക ഭാരതത്തിൽ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ വക്താക്കൾ ഇന്ത്യയിലുണ്ട്. അഘോരികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അഘോരനെ ആരാധിക്കുന്നവരാണ് അഘോരികൾ. അഘോരൻ എന്നത് ശിവന്റെ പര്യായമാണ്. ശിവന്റെ 5 മുഖങ്ങളിൽ ഒന്നാണ് അഘോരം എന്ന് പറയുന്നത്. ഈ ശിവനെ കുറിച്ച് പറയുമ്പോൾ ശിവൻ വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉടനെ എല്ലാവരും പറയുന്നത് കൈലാസത്തിലാണ്. കൈലാസനാഥനാണ് ശിവൻ എന്ന് പറയും. കൈലാസത്തിലാണ്. ആ കൈലാസത്തിൽ മാത്രമല്ല, ശിവന് വേറൊരു മുഖമുണ്ട്. ശ്മശാനത്തിൽ താമസിക്കുകയും, ശ്മശാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനുഷ്യരെയൊക്കെ കൊണ്ട് അടക്കം ചെയ്യുന്ന, സംസ്കരിക്കുന്ന സ്ഥലം, അത് ചിത.
ഹിന്ദുക്കളുടെയൊക്കെ ആവാൻ വേണ്ടി ചിതകളാണല്ലോ, കത്തിക്കുന്ന ചിത ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ശ്മശാനത്തിൽ താമസിക്കുകയും കത്തിയെരിയുന്ന ചിതയിൽ നിന്ന് മനുഷ്യമാംസം, അവിടെ ആ ചിതയിൽ നിന്ന് മനുഷ്യമാംസം എടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുഖം കൂടി ഉള്ള ആളാണ് ശിവൻ. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാവുന്ന ആ മുഖം മാത്രമല്ല, ഇങ്ങനെ ഒരു മുഖം കൂടി ശിവനുണ്ട്. ശിവന്റെ ആ മുഖത്തെ ആരാധിക്കുന്നവരാണ് അഘോരികൾ എന്ന് പറയുന്ന വിഭാഗം. ഈ അഘോരികൾ ഉത്തരേന്ത്യയിൽ ധാരാളമുണ്ട്, ഹിമാലയത്തിന്റെ ചെരുവിലും ഗംഗാനദിയുടെ ഭാഗത്തും ഒക്കെ. ഈ ഗംഗയുടെ തീരത്ത് ശവസംസ്കാരം ഒരു ബിസിനസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഗംഗാതീരത്ത് ശവം സംസ്കരിക്കുന്നത് വലിയ പുണ്യകാര്യമായിട്ടാണ് ഇവർ കാണുന്നത്, ഹിന്ദുക്കൾ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ കാരണന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവര് ഗംഗാതീരത്ത് കൊണ്ടുപോയിട്ട് ചിത ഒരുക്കി അവിടെയാണ് കത്തിക്കുന്നത്, ചിത കൂട്ടുന്നത്. അപ്പൊ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് പരേതന്റെ ബന്ധുക്കള് ഈ ശവസംസ്കാരം നടത്തുന്ന ആൾക്കാരെ ഫോണിൽ വിളിച്ചിട്ട് പറയും, ഇത്ര മണിക്കൂർ ശവം സംസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അതിന് വേണ്ട ചിത നിങ്ങൾ തയ്യാറാക്കി വെക്കണം, എത്രയാണ് റേറ്റ്? അപ്പൊ അവരുടെ റേറ്റ് പറയും, ഇത്രയാണ്. ഓക്കെ. അങ്ങനെ സമയമാകുമ്പോൾ ശവവും കൊണ്ട് ഇവർ ഗംഗാതീരത്ത് ചെല്ലും. ചിതയെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ബോഡി ആ ചിതയിൽ വെക്കുന്നു, തീ കൊളുത്തുന്നു. അത് കഴിഞ്ഞിട്ട് ചിത ഒരുക്കിയവർക്ക് അവർ പറഞ്ഞ പണം കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം, പെട്ടെന്ന് ഒറ്റയടിക്കാൻ കത്തിത്തീരുകയല്ല, മണിക്കൂറുകൾ പിടിക്കും ഇത് കത്തിത്തീരാൻ. ഈ ചിത മുഴുവൻ കത്തി അടങ്ങാൻ മണിക്കൂറുകൾ പിടിക്കും. അപ്പൊ ഇവർക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. വീട്ടിൽ പോയിട്ട് വേറെ പല പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഈ ശവശരീരം ചിതയിൽ വെച്ച് തീ കൊളുത്തി അതൊന്ന് തീയൊന്ന് കത്ത് പിടിച്ചൊന്ന് കണ്ടു കഴിയുമ്പോൾ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ തിരിച്ചു പോകും. അവർ തിരിച്ചു പോയിട്ടുണ്ട്, അവരുടെ വണ്ടി കണ്ണീന്ന് അങ്ങ് മറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ശവസംസ്കാരം നടത്താൻ വേണ്ടി കരാറെടുത്ത ടീമുകളുണ്ടല്ല, ഇവന്മാര് ഗംഗാനദിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടത് നേരെ ഈ ചിതയിൽ ഒഴിച്ചിട്ട് അത് കെടുത്തുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയിൽ ഒഴിച്ചത് കെടുത്തും. എന്നിട്ട് ചിത കെടുത്തിയിട്ട് ശവം വലിച്ച് ഗംഗാനദിയിൽ അങ്ങ് ഇടും. വിറകൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. വേറൊന്നുമല്ല, അടുത്ത ശവം കത്തിക്കാനുള്ള കരാറ് കിട്ടുമ്പോൾ ആ ചിത ഒരുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടും വേറെ ഇത് വിറകൊക്കെ വാങ്ങണമല്ലോ. ഇതിപ്പോ ഈ വിറക് അടിയിലെല്ലാം ഈ വിറകൊക്കെ വെച്ച് ബോഡിയെല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഏറ്റവും മുകളിൽ മാത്രം പുതിയ വിറക് വയ്ക്കുക, അടിയിൽ മുഴുവൻ ഈ കത്തിയ വിറകുകൾ വയ്ക്കുക. അതും തീ കൊടുത്ത് അടിയൊക്കെ ഒന്ന് കത്തി ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പോകും. പോയി കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ. അതായത് ഒരു ചിതയ്ക്കുള്ള വിറകൊക്കെ വെച്ച് ഒരു 5-6 ശവങ്ങളെങ്കിലും ഇതുപോലെ 5-6 ചിലപ്പോൾ 10 ശവങ്ങളൊക്കെ ഇതുപോലെയൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെ ഗംഗാനദിയിൽ വലിച്ചെറിയുന്ന, ചിലത് പാതി വെന്ത ശരീരമായിരിക്കും, ചിലത് വെന്തട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഗംഗാനദി വലിച്ചെറിയുന്ന ശവങ്ങളെയാണ് ഈ അഘോരികൾ ഭക്ഷണമാക്കുന്നത്. മനുഷ്യരുടെ മലമടക്കം പലതും അഘോരികൾ ഭക്ഷണമാക്കാറുണ്ട്. ചില സമയത്ത് അവരുടെ ഭക്ഷണം മനുഷ്യമാംസമാണ്. ഗംഗാനദിയിൽ നിന്നുള്ള ഈ മനുഷ്യമാംസം. ആർഷ സംസ്കാരം അവർ പിന്തുടരുകയാണ്. മനസ്സിലായോ? ആർഷഭാരത സംസ്കാരത്തിൽ നമ്മൾ നേരത്തെ വായിച്ചല്ലോ മഹാഭാരതത്തില്, ആ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ തമ്മി പിടിച്ചു നിന്നിരുന്ന ഒരു കാലം ഇവിടെ ആർഷ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ആ സംസ്കാരത്തെ അങ്ങനെ തന്നെ പിന്തുടരുകയാണ്. കാരണം സനാതനമല്ലേ, സനാതനം മാറ്റമുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇവര് കുറച്ചുപേരെങ്കിലും ഞങ്ങൾ ആ സംസ്കാരം മാറ്റമില്ലാതെ അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്നു പറഞ്ഞ് ഇവന്മാരിത് ചെയ്യുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലും നരബലിയും നടത്തി നരഭോജനവും കഴിച്ച് ജീവിക്കുന്ന ആർഷഭാരത സംസ്കാരികളാണ് ക്രിസ്ത്യാനികളെ ചൊറിയാൻ വരുന്നത്. അനിൽ മേനോനെ, നീയൊന്നും അതിനായിട്ടില്ലാട്ടാ. ക്രിസ്ത്യാനികളെ ചൊറിയാനേ നീയൊന്നും ആയിട്ടില്ല, നീയൊക്കെ കുറച്ചും കൂടി മൂക്കാനുണ്ട്. നരബലിയുമായി നടന്നിരുന്ന നിന്റെയൊക്കെ ദൈവങ്ങളെയും പൂർവികരെയും മര്യാദ പഠിപ്പിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞുവെങ്കിൽ നിന്നെയും മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മനസ്സിലായ? നിന്നെയും മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അത് നീ എപ്പോഴും ഓർത്തിരിക്കുന്ന നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ചൊറിയാൻ വരുന്ന സകല കണാഗുണ ധർമ്മക്കാരോടും പറയുകയാണ്, നിങ്ങളുടെ ദൈവങ്ങളെ വരെ മര്യാദ പഠിപ്പിച്ചവരാണ് ക്രൈസ്തവര്. അതുകൊണ്ട് നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന അത്ര വലിയ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ആളുകളോടും സനാതന ധർമ്മത്തിന്റെ ആൾക്കാരോടും പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഈ അനിൽ മേനോനെ പോലെയുള്ളവരെ നിങ്ങൾ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെയാണ് നിലക്കി നിർത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും, അവരെ നിലക്കി നിർത്തുകയും ചെയ്യും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങളെ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ഭീഷണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അവിടെ ഇവിടെയും തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെക്കാളും വലിയ ഭീഷണി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഭീഷണിയായിട്ട് കാണുന്നില്ല. നിങ്ങളുമായിട്ട് കൊമ്പ് കോർക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യവുമില്ല. അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ആ ചിന്തയൊന്നും വേണ്ട, ഭയന്നിട്ടൊന്നുമല്ല. കാരണം നിങ്ങളെയും ഞങ്ങളെയും വിഴുങ്ങാൻ വേണ്ടി ജിഹാദികൾ വായും തുറന്നിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ്, നിങ്ങളെക്കാളും വലിയ ഭീഷണി അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്.
അപ്പൊ ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ, കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ 15-20 വർഷം ആകുമ്പോഴേക്കും ഇവന്മാര് നിങ്ങളെയും ഞങ്ങളെയൊക്കെ വിഴുങ്ങി കളയും. ജിഹാദികൾ വിഴുങ്ങും. അവർ ആ വിധത്തില് സമസ്ത മേഖലകളിലും അവരുടെ ആധിപത്യം അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ വരെയുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, അനീസ് മുഹമ്മദ് പട്ടാളക്കാരനെ കൈ തല്ലിയൊടിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് എല്ലായിടത്തും ഉണ്ട്. ജുഡീഷ്യറിയിലും ഉണ്ട്, എക്സിക്യൂട്ടീവിലും ഉണ്ട്, ലെജിസ്ലേറ്റീവിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതങ്ങനെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അവന്മാരെ ഇവിടെ ബാക്കി അവരുടെ കയ്യിലേക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന കാര്യം എല്ലാവർക്കും കഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരവസ്ഥ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ഞങ്ങളുടെ മക്കൾക്കൊന്നും ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് ജിഹാദികൾക്കെതിരെ പോരാടുന്നത്, ജിഹാദികളെ തുറന്നു കാണിക്കുന്നത്. ആ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഹിന്ദുക്കളും നിരീശ്വരവാദികളും അടക്കം സമാധാനത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ അനിൽ മേനോനെ പോലെയുള്ള ഭീരുക്കൾ ജിഹാദികൾക്കെതിരെ വായ തുറക്കില്ല. പേടിയാണ്. ജോസഫ് മാഷിന്റെ അവസ്ഥ വന്നെങ്കിലോ എന്നുള്ള പേടി. അവർക്കൊരു അക്ഷരവും മിണ്ടുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ചൊറിയാൻ വരുന്നത്. ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്തായാലും തല്ലാനും കൊല്ലാനൊന്നും പോകില്ല. ആ ഒരു ധൈര്യത്തിലാണ് ക്രിസ്ത്യാനികളുടെ നേരം വരുന്നത്. അപ്പൊ അപ്പുറത്ത് ജിഹാദികൾ ഉണ്ടെന്ന് വെച്ച് ഇവന്റെയൊക്കെ ചൊറിച്ചില് കണ്ടില്ലെന്ന് നടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. താല്പര്യമില്ലെങ്കിലും ഞങ്ങൾ മറുപടി കൊടുക്കും. ഞങ്ങൾ ആദ്യം ഈ ഇസ്ലാമിനെയൊക്കെ തുറന്നു കാണിക്കാൻ തുടങ്ങിയ സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബ്രദർ ഈ പറയുന്ന കാര്യം സത്യമാണെങ്കിലും ഇത് സംഘികൾക്ക് പ്രയോജനം ചെയ്യില്ലേ? സംഘികൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ബ്രദർ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ പറഞ്ഞ സംഘികൾ ലാഭം ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഈ വരാൻ പോകുന്ന ഈ അപകടം കണ്ടില്ലെന്ന് നടിക്കണം. ഇവരെ കുറിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ അത് ആരോടും പറയാണ്ട് മിണ്ടാണ്ടിരിക്കണം. അത് നടക്കുന്നില്ല. സംഘികൾ ലാഭം ഉണ്ടാക്കുന്നോ ഇല്ലയോ അതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം ആസന്നമായിരിക്കുന്ന ഈ ആപത്ത് ജനങ്ങൾ അറിയണമെന്നുള്ളതാണ്. ഇപ്പോഴൊന്നുമല്ല, ഒരു 10-15 കൊല്ലം മുമ്പ് ഇതൊക്കെ ഞാൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരും എന്നോട് പറഞ്ഞുള്ളതാണ്, അൽകുമാർ പറയുന്ന ഈ കാരണം കൊണ്ട് സംഘികൾ ലാഭം ഉണ്ടാക്കുന്നത്. അത് ഞാനത് കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, അല്ല നമ്മൾ ഈ ജിഹാദികൾക്കെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ഈ ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല കേട്ടോ, അവരെന്തെങ്കിലും പറഞ്ഞു നേരിട്ട് അത് കണ്ണടച്ചു വിടണം, അത് വലിയ കാര്യമാക്കി എടുക്കുന്നതാണ്. അങ്ങനെ കാര്യമാക്കി അങ്ങനെ വിടുവൊന്നുമില്ല. മനസ്സിലായ? അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഇവനും വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ ജിഹാദികൾക്കെതിരെ പൊരുതുന്നത്. എന്നാലും ഇവൻ ഞങ്ങളെ ചൊറിയാൻ വരുന്ന സമയത്ത് അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കുന്നുണ്ട്. ഞങ്ങൾ മറുപടി കൊടുക്കും. മറുപടി കൊടുക്കാതെ ഞങ്ങൾ പോവില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ട. പക്ഷെ അങ്ങനെ ഞങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവനെ പോലെയുള്ളവരെ നിങ്ങൾ നിലയ്ക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇത് ഭീഷണിയോ മുന്നറിയിപ്പോ താക്കീതോ ഒന്നുമല്ല. കേവലം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്തേ ഉള്ളൂ. ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ ആധുനിക ഇന്ത്യയിലെ നരബലികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ മിഷണറിമാരും ബ്രിട്ടീഷുകാരും വന്നതുകൊണ്ട് മാത്രം വേറെ നിവൃത്തിയില്ലാതെ ഗതികേട് കൊണ്ട് മര്യാദയുടെ മൂടുപടമിട്ടവരാണ്, മര്യാദയുടെ മുഖം മൂടി ഇട്ടവരാണ് ഇവരുടെ ദൈവദേവന്മാരെന്നുള്ളത്. ആ മര്യാദയുടെ മുഖം മൂടിയൊക്കെ അവർ മാറ്റി തുടങ്ങുകയും ഇവിടെ കേരളത്തിലേക്ക് ഒരെണ്ണുണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടി. പക്ഷെ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഇത് സർവ്വസാധാരണമായിട്ടുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുണ്ട് ഓരോ വർഷവും എത്ര നരബലിയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ദൈവം അനുവദിച്ചാൽ പരിശോധിക്കാം. അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും മഹത്വപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി